എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പുതിയൊരു ചാപ്റ്ററിലേക്കാണ് കടക്കുന്നത്. മറ്റൊന്നുമല്ല, ലോകത്തെ ഒരുപാട് വിപ്ലവങ്ങൾ നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്നെ അറിയാൻ കേട്ടിട്ടുണ്ടാവും. അതായത് റഷ്യൻ റവല്യൂഷൻ, അതുപോലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ചൈനീസ് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവം, ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അങ്ങനെ തുടങ്ങിയ ഒരുപാട് വിപ്ലവങ്ങൾ നമ്മുടെ ലോകത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ വിപ്ലവം പറഞ്ഞ യഥാർത്ഥത്തിൽ നമ്മൾ അർത്ഥമാക്കുന്നത്? നമ്മളിവിടെ ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്, എന്താണ് വിപ്ലവം? അല്ലെ? നമ്മള് ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും, വിപ്ലവങ്ങൾ അല്ലെങ്കിൽ വിപ്ലവങ്ങൾ കൊണ്ടുണ്ടാവുന്ന പരിണിത ഫലങ്ങൾ. ഇതൊക്കെ നമ്മൾ ഒരുപാട് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ വിപ്ലവങ്ങൾ പറഞ്ഞാല് അതായത് ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥയിൽ, അതായത് ഇപ്പോ നിലവില് കാലക്രമേണ അല്ലെങ്കിൽ എന്താ പറയുക കാലാകാലങ്ങളായിട്ട് ഒരു വ്യവസ്ഥ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ മാറ്റങ്ങൾ വരുന്ന ആർക്ക് ആഗ്രഹം ഉണ്ടാവും? അതത് രാജ്യത്തെ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോ ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ്. അപ്പൊ ഉണ്ടായിരുന്ന വ്യവസ്ഥയിൽ എന്ത് ചെയ്യാണ്, ഒരു മാറ്റം വരാൻ വേണ്ടി ജനങ്ങൾ മാറി ചിന്തിക്കുന്ന ഒരു 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 പ്രക്രിയയാണ് എന്ത് പറയാ നമ്മള്, റവല്യൂഷൻ അല്ലെങ്കിൽ വിപ്ലവം എന്ന പേരിൽ പറയാം. കുറച്ചും കൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ അല്ലെ, ഒരുപാട് കാലമായി നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥ അതിനെന്ത് ചെയ്യുക, ചേഞ്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ മാറ്റം കൊണ്ടുവരിക. ഇതാണ് വിപ്ലവം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ലോകത്തിൽ ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിപ്ലവങ്ങൾ ലോകത്ത് അരങ്ങേറിയിട്ടുണ്ട്. ഇപ്പോ ഈ നടന്ന വിപ്ലവങ്ങളെല്ലാം തന്നെ ഒന്നില്ലെങ്കിൽ എന്തായിരിക്കാം, ഒന്നില്ലെങ്കിൽ ഏകാധിപത്യ ഭരണത്തിനെതിരെ ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്തായിരിക്കാം ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്തായിരിക്കാം മറ്റുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം. അപ്പോ ലോകത്ത് നടന്ന ഒരുപാട് വിപ്ലവങ്ങളെ കുറിച്ചാണ് എന്ത് നമ്മൾ ഈ റവല്യൂഷൻ എന്ന ഒരു പദം കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത്. ഈ റവല്യൂഷൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിപ്ലവമാണെന്ത്, റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ലോക ചരിത്രത്തെ തന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമ്മളിപ്പോ ഒരു സ്ക്രീനിൽ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്, റഷ്യൻ റവല്യൂഷൻ. ആ പിക്ചർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താണ് ഒരു റവല്യൂഷന്റെ ഒരു മാതൃക. അപ്പോ ഈ ഒരു പിക്ചറിലൂടെയാണ് എന്ത് നമ്മള് ആദ്യമായിട്ട് റഷ്യൻ റവല്യൂഷൻ എന്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, റഷ്യൻ റവല്യൂഷനിലേക്ക് കടക്കാം. എന്താണ് റഷ്യൻ റവല്യൂഷൻ, ഇല്ലെങ്കിൽ എന്ത് കാരണത്താൽ കൊണ്ടാണ് എന്ത് റഷ്യയിൽ വിപ്ലവം ഉണ്ടാവാൻ കാരണമായിരിക്കുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞു ഒരുപാട് വിപ്ലവങ്ങളുണ്ട് പറഞ്ഞു അല്ലെ. ഈ വിപ്ലവങ്ങളൊക്കെ എന്തായാലും കാരണങ്ങൾ കൊണ്ടായിരിക്കും എന്ത് ഓരോ രാജ്യത്ത് നടന്നിട്ടുണ്ടാവുക. അപ്പൊ അത്തരം കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിലും നടന്നിട്ടുണ്ട് അല്ലെ. റഷ്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണെന്ത്, റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യം. ലോക ഭൂപടത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യ ആണ്. അതുപോലെ യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യം കൂടിയാണെന്ത്, റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യം. ആ റഷ്യയിൽ നടന്ന ഭരണ വ്യവസ്ഥക്കെതിരെ അല്ലെങ്കിൽ ഏകാധിപത്യപരമായ അല്ലെങ്കിൽ സ്വേച്ഛാധിപത്യമായ ഭരണ വ്യവസ്ഥക്കെതിരെയാണെന്ത് ഈ പറയപ്പെടുന്ന റഷ്യൻ റവല്യൂഷൻ അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവം നടക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് റഷ്യയിലെ വിപ്ലവം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം അല്ലെ. എന്തൊക്കെയാണ്? ഒന്ന് അല്ലെ, നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കിടക്കാം. ഒന്ന് പറഞ്ഞത്, റഷ്യയില് ഭരണം നടത്തിയിരുന്നത് സ്വേച്ഛാധിപതികളായിരുന്ന സാർ ചക്രവർത്തിമാരാണ്. അതായത് സാർ എന്ന് പറയപ്പെടുന്ന, നമ്മുടെ സാധാരണ സാറല്ല, സാർ എന്ന് പറയപ്പെടുന്ന ഒരു ചക്രവർത്തി വംശം, ഇവരാണെന്ത് റഷ്യയില് ഭരണം നടത്തിയിട്ടുള്ളത്. ഇപ്പോ റഷ്യയിൽ ഭരണം നടത്തിയിരിക്കുന്നത് എന്താണ്, സ്വേച്ഛാധിപതി. സ്വേച്ഛാധിപതി എന്താണ്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ഭരണം നടത്തുക. അവിടെ ജനങ്ങളുടെ വിശ്വാസത്തെയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ആവശ്യങ്ങളോ എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുകയോ അത് നടത്തി കൊടുക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ അത്തരത്തിൽ ഭരണം നടത്തിയിരുന്ന സാർ രാജവംശമാണ് എന്ത് റഷ്യയില് ഭരണം നടത്തിയിട്ടുള്ളത്. രണ്ടാമത് എന്താണ്, ഈ സാർ രാജാക്കന്മാര് വിശ്വസിച്ചിരുന്നു അല്ലെങ്കിൽ സാറിസ്റ്റ് ചക്രവർത്തിമാര് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമാണെന്ത്, ഈ രാജകീയത്വം. അതായത് ഓരോ രാജാവും അല്ലെങ്കിൽ ആ രാജകീയത്വം എന്ന പദവി ദൈവത്തിന്റെ വരദാനമാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്തുള്ള ഒരു എന്താണ് ഒരു വരദാനമാണെന്ത് ഈ രാജ്യത്വം എന്നുള്ള ഒരു പദവി ആര് വിശ്വസിച്ചിരുന്നു, ഈ സാർ ചക്രവർത്തിമാര് വിശ്വസിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത് പോയിന്റ് ആയി പറഞ്ഞത് അല്ലെ, അതുകൊണ്ട് തന്നെ എന്താണ് അടിച്ചമർത്തൽ നയാണെന്ത് പൊതുവെ അവര് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോ അല്ലെ അവര് പറഞ്ഞ എന്താണ്, ഒന്നാമത് അല്ലെ സാർ ചക്രവർത്തിമാരാണെന്ത് റഷ്യയിൽ ഭരണം നടത്തിയിട്ടുള്ളത്. രണ്ടാമത് എന്താണ്, അവര് ഈ രാജ്യത്വം പറഞ്ഞത് എന്താണ്, അല്ലെങ്കിൽ രാജകീയത്വം പറഞ്ഞത് എന്താണ്, ദൈവത്തിന്റെ വരദാനമായി കരുതിയിരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ എന്താണ് പൊതുവെ ഒരു അടിച്ചമർത്തൽ നയം, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങൾ ചെയ്തിരുന്നില്ല, അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല എന്നാണ് പറയണത്. മൂന്നാമത് പറയുന്നത്
മൂന്നാമത് പറയുന്നത് 1905 വരെ റഷ്യയിലെ ഒരു പാർലമെന്റ് പോലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നിട്ടില്ല എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്, റഷ്യയിൽ സാധാരണ ഭരണം നടത്തിയിരുന്ന ആരാണ്? സാർ ചക്രവർത്തിമാരാണ്. അതായത് അഴിമതിയും അരാജകത്വവും ഏകാധിപത്യം നിറഞ്ഞ ഭരണ രീതിയാണ് ആരുടെ? ഈ സാർ ചക്രവർത്തിമാരുടെ. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിച്ചിരുന്നില്ല. അപ്പോ 905, അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ത്? റഷ്യയിലെ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ടേണിംഗ് പോയിന്റ് ആണെന്ത്? ഈ 905 വിപ്ലവം എന്ന്, അല്ലെങ്കിൽ 905 എന്ന് പറയപ്പെടുന്ന വർഷം. അപ്പോ 905 അല്ലെ, ഈ ഒരു 905 എന്ന് പറയപ്പെടുന്ന 905 വരെ എന്ത് ചെയ്തില്ല? റഷ്യയിലെ ഒരു പാർലമെന്റ് പോലും സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയണത്. അപ്പൊ എന്താ കാരണം വെച്ചാല് സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? അത്രയും ബുദ്ധിമുട്ടിയ ഒരു കാലഘട്ടമാണ് എന്ത്? റഷ്യയിലെ കാലഘട്ടം എന്ന് എന്ത് ചെയ്യാം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. മാത്രല്ല 905 റഷ്യയിലെ വിപ്ലവത്തിന് ശേഷം ദ്യൂമ എന്ന പാർലമെന്റ് ജനങ്ങൾക്ക് അനുവദിച്ചെങ്കിലും അതിന്റെ അധികാരങ്ങൾ വളരെ പരിമിതമായിരുന്നു എന്നും എന്ത് ചെയ്യുന്നുണ്ട്? റഷ്യൻ വിപ്ലവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ 905 വരെ എന്ത് ചെയ്യില്ല? റഷ്യയിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക്, അല്ലെങ്കിൽ സാധാരണ വരുന്ന മെജോറിറ്റി ആയിരുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തില്ല? ഒരു പാർലമെന്റ് പോലും ആര് കൊടുത്തിരുന്നില്ല? അവിടെയുള്ള രാജഭരണം അനുവദിച്ചിരുന്നില്ല. അല്ലെ? ഇനി എന്താണ് ആഫ്റ്റർ 905, അതായത് 905 റഷ്യയിലെ വിപ്ലവത്തിന് ശേഷം എന്ത് ചെയ്തു? ദ്യൂമ എന്ന് പറയപ്പെടുന്ന ഒരു പാർലമെന്റ്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, ദ്യൂമ എന്താണ്? റഷ്യയിലെ ജനകീയ പാർലമെന്റ് ആണ്. അപ്പൊ ദ്യൂമ എന്ന് പറയപ്പെടുന്ന പാർലമെന്റ് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തു. പക്ഷെ അനുവദിച്ചെങ്കിലും എന്താണ്? അതിന്റെ അധികാരങ്ങൾ വളരെ പരിമിതമായിരുന്നു. അതായത് രാജാക്കന്മാരെ നിയന്ത്രിക്കാൻ ആർക്കും അവകാശമില്ല? ഈ ദ്യൂമ എന്ന് പറയപ്പെടുന്ന പാർലമെന്റിന് ഇല്ലായിരുന്നു എന്നാണ് പറയണത്. പിന്നീട് പറയുന്ന ഒരു കാര്യം, ഫ്യൂഡൽ വ്യവസ്ഥയിൽ അല്ലെ, എന്താണ്, ഫ്യൂഡൽ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാജ്യമാണ് റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യം. അല്ലെ? അപ്പൊ ഫ്യൂഡൽ വ്യവസ്ഥ എന്താ? ഫ്യൂഡലിസം പറഞ്ഞ, അതായത് ഭൂമിയിലുള്ള അധികാരം. അല്ലെ? അപ്പൊ നമ്മളെ കേട്ടിട്ടുണ്ടാവും, ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിലെ ഫ്യൂഡലിസം വെച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ്? ആദ്യം അല്ലെ രാജാവ്, പിന്നെന്താണ് ജന്മി, പ്രഭു, അല്ലെ, ഇല്ലെങ്കിലാണ് ഇടപ്രഭു, അവസാനം കുടിയാൻ. ഇതാണ് എന്ത്? ഫ്യൂഡൽ വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ ഫ്യൂഡലിസം എന്താണ്? അധിഷ്ഠിതമായ രാജ്യമാണെന്ത്? റഷ്യ. അല്ലെ? ഈ ഫ്യൂഡലിസം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടതും യൂറോപ്പിലാണ്. അപ്പൊ യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യമാണെന്ത്? റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യം. അപ്പോ ഫ്യൂഡൽ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ രാജ്യമാണെന്ത്? റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യം. ലക്ഷക്കണക്കിന് കർഷകര് താമസിച്ചിരുന്ന റഷ്യയിലെ കാർഷിക ഭൂമി ഭൂരിഭാഗവും പുരോഹിതരും പ്രഭുക്കന്മാരും കൈയടക്കിയിരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? സാധാരണപ്പെട്ട ജനങ്ങൾക്ക് എന്തില്ല? ഫ്യൂഡലിസത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് എന്തില്ല? ഭൂമി എന്ന് പറയപ്പെടുന്ന ഒരു വസ്തുവില്ല. ഒരു തുണ്ട് ഭൂമി പോലും ആർക്കില്ല? സാധാരണപ്പെട്ട കർഷകർക്കില്ല. ലക്ഷക്കണക്കിന് വരുന്ന കർഷകരാണ് അവിടെ താമസിക്കുന്നത്. അല്ലെ? അവർക്ക് എന്തില്ല? പേരിന് പോലും ഭൂമിയില്ല. ഉള്ള ഭൂമിയൊക്കെ ആരാണ് കൈയടക്കി വെച്ചിരിക്കുന്നത്? ഈ പറയപ്പെടുന്ന പോലെ മതപുരോഹിതന്മാരും പ്രഭുക്കന്മാരും ആണെന്ത്? കൈയടക്കി വെച്ചിരുന്നത്. ചൂഷണത്തിന് ഇരയാക്കപ്പെട്ട കർഷകർ കഴിഞ്ഞ അല്ലെ, ഇരയാക്കപ്പെട്ട കർഷകർ കുറഞ്ഞ വേതനത്തിന് എന്ത് ചെയ്തിരുന്നു? ജോലി ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോ ഈ പറയപ്പെടുന്ന പുരോഹിത വർഗം, ഇല്ലെങ്കിൽ എന്താണ് പ്രഭുക്കന്മാരടങ്ങുന്ന ഫ്യൂഡൽ വർഗം, അവര് പറഞ്ഞത് എന്താണോ അത് അപ്പാടെ അനുസരിക്കുന്ന ആരെ ജോലി? ഈ പറയപ്പെടുന്ന കൃഷിക്കാരുടെ ജോലി. അതെന്താണ്? കുറഞ്ഞ വേതനത്തിന്, അല്ലെ, കൂടുതൽ പണി, കുറഞ്ഞ വേതനം. അപ്പൊ ചൂഷണത്തിന് പലപ്പോഴും ഇരയാക്കപ്പെട്ട ഈ കർഷകർ എന്ത് ചെയ്യുന്നു? കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യേണ്ടി വന്നിരുന്നു എന്നാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആയിട്ട് പറഞ്ഞത്. അവസാന ഒരു പോയിന്റ് ആയിട്ട് പറയുന്നത്, സാർ ഭരണത്തിന് കീഴിൽ ദുരിതം അനുഭവിച്ച ജനങ്ങൾ വിപ്ലവത്തിന് മുൻതരയിൽ തന്നെ എന്തായിരുന്നു? ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ നമ്മൾ ഇത്രയും പോയിന്റുകൾ പറഞ്ഞു, ഘട്ടം ഘട്ടമായിട്ടുള്ള കുറെ പോയിന്റുകൾ പറഞ്ഞു. അപ്പോ സാർ ഭരണം എന്തായിരുന്നു? ജനങ്ങൾക്ക് അത്രയും ദുരിതപൂർണമായ അനുഭവങ്ങളാണെന്ത് കൊടുത്തുള്ളത്. അപ്പോ സാർ ഭരണത്തിന് അന്ത്യം വരുത്തണം, അല്ലെങ്കിൽ എന്താണ്, ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഒരു ഗവൺമെന്റ് റഷ്യയിൽ രൂപപ്പെടണം എന്നുള്ള ആവശ്യം കൊണ്ടാണ് എന്ത്? സാർ ഭരണത്തിന് കീഴിൽ ദുരിതം അനുഭവിച്ച ജനങ്ങൾ വിപ്ലവത്തിന് മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോ ജനങ്ങളുടെ പങ്ക്, അല്ലെങ്കിൽ കർഷകരുടെ പങ്ക്, അല്ലെങ്കിൽ തൊഴിലാളികളുടെ പങ്ക്, അല്ലെ, അധസ്ഥിതരായ ഭൂരിഭാഗം വരുന്ന തൊഴിലാളികളായിക്കോട്ടെ കർഷകരായിക്കോട്ടെ, ഇവരുടെ പങ്ക് എന്തിനുണ്ട്? ഈ പറയപ്പെടുന്ന റഷ്യൻ വിപ്ലവത്തിന് പ്രധാനമായിട്ടും പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് പറയണത്. അപ്പോ ഈ പറയപ്പെടുന്ന പോയിന്റുകൾ അല്ലെ നോട്ട് ചെയ്ത് വെക്കുക. ഈ പറയപ്പെടുന്ന പോയിന്റുകളാണ് എന്ത്? പ്രധാനമായിട്ടും റഷ്യൻ റവല്യൂഷന് കാരണമായതെന്ന് പറയുന്നു. അപ്പോ ഈ ഒരു പോയിന്റുകൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് 1905 വിപ്ലവം എന്ന് പറഞ്ഞു അല്ലെ. അതായത് റഷ്യൻ റവല്യൂഷൻ എന്തുണ്ട്, കൃത്യമായിട്ട് ഒരു എന്താ ഘട്ടഘട്ടമായിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് എന്ത് റഷ്യൻ വിപ്ലവം കടന്നു പോകുന്നുള്ളത്. അപ്പോ ഈ റഷ്യൻ വിപ്ലവത്തിന് എന്താണ് 1905 വിപ്ലവമായിട്ട് എന്തുണ്ട് വളരെയധികം ബന്ധമുണ്ട് എന്നാണ് എന്ത് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇപ്പോ ഇവിടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോക്കൂ, 1917 റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കമാണെന്ത് 1905 വിപ്ലവം. അപ്പൊ ഈ റഷ്യൻ വിപ്ലവത്തിന് എന്തുണ്ട് 2 ഘട്ടങ്ങൾ ഉണ്ട് എന്നാണ് പറയണത്. പൊതുവെ ഫെബ്രുവരി വിപ്ലവം എന്ന പേരിലും ഒക്ടോബർ വിപ്ലവം എന്ന പേരിലാണെന്ത് ഈ ഒരു വിപ്ലവം റഷ്യൻ വിപ്ലവം പൊതുവെ അറിയപ്പെടുന്നത്. അപ്പോ ഈ 1917 തന്നെ എന്തുണ്ട് റഷ്യൻ വിപ്ലവത്തിന്റെ 2 ഘട്ടങ്ങളുണ്ട്. ആ 1917 റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കമാണെന്ത് ഈ പറയപ്പെടുന്ന അല്ലെ റഷ്യൻ വിപ്ലവത്തിന്റെ 1917 വിപ്ലവത്തിന് മുന്നൊരുക്കമാണെന്ത് 1905 വിപ്ലവം എന്ന് പറയപ്പെടുന്ന ഘടകം അല്ലെ. രണ്ടാമത് പറയുന്നത് എന്താണ് 1905 വിപ്ലവത്തിന്റെ കാലത്താണ് സോവിയറ്റുകൾ റഷ്യയിൽ രൂപീകരിക്കപ്പെട്ടത് അല്ലെ. അപ്പോ അടുത്തൊരു പോയിന്റ് ആണ് എന്ത് 1905 വിപ്ലവത്തിന്റെ കാലത്ത് അല്ലെ. നമ്മൾ പറഞ്ഞു 1917 വിപ്ലവം ഉണ്ട്, ഒക്ടോബർ വിപ്ലവവും ഫെബ്രുവരി വിപ്ലവവും. ആ വിപ്ലവത്തിന്റെ മുന്നൊരുക്കമാണെന്ത് 1905 വിപ്ലവം എന്ന് പറയപ്പെടുന്നത്. അപ്പൊ ഈ 1905 വിപ്ലവത്തിന്റെ കാലത്താണ് എന്ത് സോവിയറ്റുകൾ റഷ്യയിൽ രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ എന്താണ് സോവിയറ്റുകൾ, നമ്മൾ ആദ്യം മനസ്സിലാക്കണം എന്താണ് സോവിയറ്റുകൾ അല്ലെ. അപ്പൊ എന്താ സോവിയറ്റുകൾ പറഞ്ഞ എന്താണ് തൊഴിലാളികളുടെ സംഘടനയാണെന്ന് പറയുക സോവിയറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലെന്തൊക്കെ പെടും, കർഷകർ പെട, സാധാപ്പെട്ട ആളുകൾ പെട, അതുപോലെ തൊഴിലാളികൾ പെട, ഫാക്ടറി തൊഴിലാളികൾ പെട, ഇവരുടെ എല്ലാം ഒരു കൂട്ടമാണെന്ത് സോവിയറ്റ് ഇല്ലെങ്കിൽ യൂണിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോ 1905 വിപ്ലവത്തിന്റെ കാലത്താണെന്ത് സോവിയറ്റുകൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗം റഷ്യയിൽ രൂപീകരിക്കപ്പെട്ടുള്ളത് എന്നാണ് പറയണത് അല്ലെ. മൂന്നാമതിൽ പറയുന്നത് എന്താണ് പണിമുടക്കുകൾക്ക് വേണ്ടി രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ കൗൺസിലുകളാണെന്ത് സോവിയറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, എന്താ സോവിയറ്റ് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ പറയപ്പെടുന്ന സാർ ചക്രവർത്തിമാരുടെയും മതപുരോഹിതന്മാരുടെയും അതുപോലെ എന്താണ് അല്ലെ അതുപോലെ പ്രഭുക്കന്മാരുടെയും എന്താണ് ചൂഷണത്തിന് അല്ലെ ഇരയാക്കപ്പെട്ട ആളുകൾ എന്ത് ചെയ്തു, അവര് പണിമുടക്കുകൾ നടത്തി. അപ്പൊ പണിമുടക്കുകൾക്ക് വേണ്ടി രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ കൗൺസിലാണെന്ത് ഈ പറയപ്പെടുന്ന സോവിയറ്റ് എന്ന പേരിൽ നമുക്ക് അറിയപ്പെടാൻ സാധിക്കും അല്ലെ. മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ജപ്പാനിൽ നിന്നും റഷ്യക്കേറ്റ കനത്ത പരാജയം എന്ത് ചെയ്തു മോസ്കോയിൽ തൊഴിലാളികളുടെ സമരങ്ങളുടെ വേലിയേറ്റം തന്നെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പറയണത്. അപ്പോ 1917 വിപ്ലവത്തിന് അല്ലെ റഷ്യൻ വിപ്ലവത്തിന് മുന്നൊരുക്കമാണെന്ത് 1905 വിപ്ലവം നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താ നമ്മൾ 1905 വിപ്ലവം എന്ന് പറയാണ് അല്ലെ. ഒന്നുകൂടി പോയിന്റുകൾ പറഞ്ഞുതരാം. എന്താണ് 1917 റഷ്യൻ വിപ്ലവത്തിന്റെ മുന്നൊരുക്കമാണെന്ത് 1905 വിപ്ലവം എന്ന് പറയപ്പെടുന്നത് അല്ലെ. ഒരു ചവിട്ടുപടി അല്ലെങ്കിൽ ഒരു മുന്നൊരുക്കമായിരുന്നു എന്ത് 1905 വിപ്ലവം എന്ന് പറയപ്പെടുന്നത്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത് 1905 വിപ്ലവത്തിന്റെ കാലത്താണെന്ത് സോവിയറ്റുകൾ എന്ന് പറയപ്പെടുന്ന ഘടകം അല്ലെങ്കിൽ സോവിയറ്റുകൾ എന്ന് പറയപ്പെടുന്ന വിഭാഗം റഷ്യയില് രൂപീകരിക്കപ്പെട്ടുള്ളത്. അപ്പൊ എന്താ സോവിയറ്റുകൾ എന്താ പറയാ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡൗട്ട് വരും. എന്താ സോവിയറ്റുകൾ പറഞ്ഞ പണിമുടക്കുകൾക്ക് വേണ്ടി രൂപീകരിച്ച തൊഴിലാളി പ്രതിനിധികളുടെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ കൗൺസിൽ ആണെന്ത് ഈ പറയപ്പെടുന്ന സോവിയറ്റ്സ് എന്ന പേരില് അറിയപ്പെടുന്നത് അല്ലെ. അടുത്ത പോയിന്റ് നാലാമത്തെ പോയിന്റ് എന്താ പറയുന്നത് അവിടെ ജപ്പാനിൽ നിന്നും റഷ്യക്ക് ഏറ്റ കനത്ത പരാജയം എന്ത് ചെയ്തു മോസ്കോയിൽ തൊഴിലാളി സമരങ്ങളുടെ വേലിയേറ്റം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ പറയപ്പെടുന്ന ലാസ്റ്റ് പോയിന്റ് ജപ്പാനിൽ നിന്നും റഷ്യക്ക് ഏറ്റ കനത്ത പരാജയം, അതായത് ഈ 1905 കാലഘട്ടങ്ങളിൽ എന്ത് ചെയ്തു അല്ലെ ഏഷ്യയിലെ ഏറ്റവും ചെറിയ ദ്വീപ സമൂഹമാണെന്ത് ജപ്പാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം. ആ ചെറിയ ദ്വീപ സമൂഹമായ ജപ്പാൻ എന്ത് ചെയ്തു അല്ലെ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രമായ റഷ്യയെ പരാജയപ്പെടുത്തി അല്ലെ. നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്, അത്രയും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണിത്. ചെറിയ ദ്വീപ സമൂഹമായ ഒരു ജപ്പാൻ എന്ത് ചെയ്യാണ് റഷ്യ എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ തോൽപ്പിച്ചു അല്ലെ. കാരണം റഷ്യ എന്താണ് ഭൂമി കൊണ്ടും ആൾബലം കൊണ്ടും എല്ലാം മുൻപന്തിയിരിക്കുന്ന രാജ്യമാണ്. ആ രാജ്യത്തെയാണ് എന്ത് ചെയ്യുന്നത് കേവലം ഒരു ചെറിയ ദ്വീപ സമൂഹമായ ജപ്പാൻ എന്ത് ചെയ്യുന്നത് പരാജയപ്പെടുത്തുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു പരാജയം എന്ത് ചെയ്യാണ് റഷ്യയിലെ ജനങ്ങൾക്കിടയിൽ എന്താണ് വലിയ വലിയ അല്ലെ ആശങ്ക ഉണ്ടാക്കുകയാണ്. കാരണം എന്താണ് കേവലം ചെറിയ ഒരു രാഷ്ട്രമായ ജപ്പാനിൽ നിന്ന് പോലും തങ്ങൾക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ ആർക്ക് സാധിക്കുന്നില്ല, റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാർക്ക് സാധിക്കുന്നില്ല അല്ലെ. തങ്ങൾ എന്ത് ചെയ്യാ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാ പരാജയം അറിയാം, അല്ലെങ്കിൽ തങ്ങൾ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാ മരണത്തിന് കീഴടങ്ങാം എന്നുള്ള വിചാരം എന്ത് ചെയ്തിട്ടുണ്ട് റഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും ഉണ്ടായി. അത് റഷ്യയിലെ മോസ്കോ എന്ന് പറയപ്പെടുന്ന തലസ്ഥാനം, ഇന്ന് റഷ്യ പറഞ്ഞത് ഇന്ന് റഷ്യയുടെ ക്യാപിറ്റൽ ആണെന്ത് അല്ലെങ്കിൽ തലസ്ഥാനമാണെന്ത് മോസ്കോ എന്ന് പറയപ്പെടുന്ന പ്രദേശം. ആ മോസ്കോയിൽ എന്ത് ചെയ്തു
തൊഴിലാളി സമരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ ഉണ്ടായി. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണിത് 905 വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് പറഞ്ഞത്. അങ്ങനെ അല്ലെ 905 ജനുവരി 9 എന്ത് ചെയ്തു? പെട്രോഗാർഡിലെ തൊഴിലാളികൾ എന്ത് ചെയ്തു? സാർ ചക്രവർത്തിക്ക് നിവേദനം സമർപ്പിക്കാൻ പുരോഹിതനായ ഫാദർ ജോർജ് ഗാപ്പൻ, അല്ലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്താണ് ഈ പറഞ്ഞ പോലെ അല്ലെ 905 അല്ലെ 905 ജനുവരി 9 പെട്രോഗ്രാഡ് അല്ലെ റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണ് പെട്രോഗ്രാഡ് എന്ന് പറയപ്പെടുന്ന സ്ഥലം. ആ പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ എന്ത് ചെയ്തു? സാർ ചക്രവർത്തിക്ക് ഒരു നിവേദനം സമർപ്പിക്കാൻ വേണ്ടി പുരോഹിതനായ ഫാദർ ജോർജ് ഗാപ്പൻ അല്ലെ പുരോഹിതനായ ഫാദർ ജോർജ് ഗാപ്പൻ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? വിന്റർ പാലസ് അല്ലെ വിന്റർ പാലസ് പറഞ്ഞാൽ റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജകീയ കൊട്ടാരാണെന്ത് വിന്റർ പാലസ് എന്ന് പറയപ്പെടുന്ന പ്രദേശം. അപ്പോ ഈ വിന്റർ പാലസിലേക്ക് എന്ത് ചെയ്തു? പോയി അല്ലെ വിന്റർ പാലസിലേക്ക് പോയപ്പോ എന്ത് ചെയ്തു? അങ്ങനെ സമാധാനപരമായ ഒരു ജാഥ എന്ത് ചെയ്തു? ഈ ഫാദർ ജോർജ് ഗാപ്പന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഫാദർ ജോർജ് കാപ്പന്റെ നേതൃത്വത്തില് എവിടെ നടത്തി? ഈ പറയപ്പെടുന്ന വിന്റർ പാലസിലേക്ക് ഒരു ജാഥ നടത്തി അല്ലെ സമാധാന ജാഥ നടത്തിയത് അല്ലെ ഫാദർ ജോർജ് കാപ്പന്റെ നേതൃത്വത്തിൽ വിന്റർ പാലസിലേക്ക് ഒരു സമാധാന ജാഥ നടത്തി. ഇതെന്ത് ചെയ്യാണ്? സാർ ചക്രവർത്തി, അതായത് അന്ന് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി എന്താണ് സമാധാനപരമായി നടന്ന ജാഥയ്ക്ക് നേരെ ചെയ്തു? പട്ടാളക്കാരെ നിയോഗിക്കുകയും പട്ടാളക്കാർ ജാഥയ്ക്ക് നേരെ വെടിവെച്ചതിൽ നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ചെയ്തു അല്ലെ. അപ്പോ ഈ ഒരു സംഭവം ഇത് റഷ്യൻ ചരിത്രത്തിലെ ബ്ലഡി സൺഡേ എന്ന പേരിലാണ് എന്ത് അറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ എന്താണ് നോക്കിയ ബ്ലഡി സൺഡേ അല്ലെ ബ്ലഡി സൺഡേ എന്ന പേരിലാണിത് ഈ ഒരു സംഭവം അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ബ്ലഡി സൺഡേ ചിലപ്പോ എന്ത് ചെയ്യാ ചോദിക്കുക, എന്താ ബ്ലഡി സൺഡേ പറഞ്ഞ അല്ലെ ഈ പറഞ്ഞ പോലെ നമ്മൾ പറഞ്ഞതാണ് 905 എന്താണ് ജപ്പാനിൽ നിന്ന് റഷ്യക്കേറ്റ കനത്ത പരാജയം അല്ലെ. അതെന്ത് ചെയ്തു? തൊഴിലാളികൾക്ക് കനത്തമായ ആശങ്ക അല്ലെങ്കിൽ എന്താണ് ഉത്കണ്ഠ ഉണ്ടാക്കി അല്ലെ. കേവലം എന്താണ് ചെറിയ രാജ്യം എന്താണ് റഷ്യ എന്ന് പറയുന്ന രാജ്യത്തെ ആക്രമിച്ചത് എന്താണ് തങ്ങൾക്കുള്ള ആത്മവിശ്വാസം നഷ്ടമായി. തങ്ങളുടെ ഭരണാധികാരികൾ കഴിവുകെട്ട ആളുകളാണെന്ന് ആർക്ക് മനസ്സിലായി? ജനങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ എന്ത് ചെയ്തു? 905 എന്താണ് ജനുവരി 9 അല്ലെ ജനുവരി 9 അല്ല നമ്മൾ പറഞ്ഞത് 905 ജനുവരി 9 എന്ത് ചെയ്തു? പെട്രോളിലെ തൊഴിലാളി ചെയ്തു അല്ലെ ഈ പറഞ്ഞ പോലെ സാർ ചക്രവർത്തിക്ക് ഒരു നിവേദനം സമർപ്പിക്കാൻ എന്ത് ചെയ്തു? പുരോഹിതനായ ഫാദർ ജോർജ് ഗാപ്പന്റെ നേതൃത്വത്തില് വിന്റർ പാലസ് അല്ലെ റഷ്യയിലെ പ്രധാനപ്പെട്ട കൊട്ടാരമായ വിന്റർ പാലസിലേക്ക് ഒരു സമാധാന ജാഥ നടത്തി. ഇത് എന്താണ് സാർ ചക്രവർത്തി അറിയുകയും റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി അറിയുകയും സമാധാന ജാഥയ്ക്ക് നേരെ പട്ടാളക്കാരെ നിയോഗിക്കുകയും പട്ടാളക്കാർ ജാഥയ്ക്ക് നേരെ വെടിവെച്ചതിൽ എന്ത് ചെയ്തു? നൂറുകണക്കിന് ആളുകൾ മരിച്ചു വീഴുകയും ചെയ്തു അല്ലെ. ഇതെന്താണ് റഷ്യൻ ചരിത്രത്തിലെ ബ്ലഡി സൺഡേ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഈ ഒരു പോർഷൻ ബ്ലഡി സൺഡേ എന്ന് പറയപ്പെടുന്ന വിഭാഗം എന്താണ് റഷ്യയുടെ ചരിത്രത്തിൽ തന്നെ വലിയൊരു എന്താണ് ഒരു ഏടായിട്ടാണ് എന്ത് മാറിയിട്ടുള്ളത് എന്നാണ് പറയണത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് ബ്ലഡി സൺഡേ പറഞ്ഞു അല്ലെ. അപ്പൊ ബ്ലഡി സൺഡേയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നൂറുകണക്കിന് കലാപങ്ങൾ റഷ്യയിൽ അരങ്ങേറുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താനായി എന്ത് ചെയ്തു? ഡ്യൂമ എന്ന പാർലമെന്റ് എന്ത് ചെയ്തു? ജനങ്ങൾക്ക് അന്ന് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. ശ്രദ്ധിക്കുക അല്ലെ ബ്ലഡി സൺഡേയുടെ ഭാഗമായി അല്ലെ ബ്ലഡി സൺഡേ എന്താണ് പട്ടാളക്കാരെ കൊണ്ട് എന്ത് ചെയ്യാണ്? വെടിവെക്കുകയാണ് ജനങ്ങൾക്ക് നേരെ. സമാധാനപരമായി നടത്തിയ ജാഥയ്ക്ക് നേരെ വെടിവെച്ചു. ആ വെടിവെച്ചതിൽ എന്ത് ചെയ്തു? നൂറുകണക്കിന് ആളുകൾ എന്ത് ചെയ്തു? കൊല്ലപ്പെട്ടു. അതെന്ത് ചെയ്തു? റഷ്യൻ ചരിത്രത്തിൽ ബ്ലഡി സൺഡേ എന്ന പേരില് അറിയപ്പെട്ടു അല്ലെ. ആ ബ്ലഡി സൺഡേയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നൂറുകണക്കിന് കലാപങ്ങൾ എന്ത് ചെയ്തു? റഷ്യയില് അരങ്ങേറി അല്ലെ. എന്താണ് റഷ്യയിൽ നൂറുകണക്കിന് കലാപങ്ങൾ അരങ്ങേറി. ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ എന്ത് ചെയ്തു അല്ലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാമെന്ന് ആര് തീരുമാനിക്കുകയാണ്? ഈ കലാപങ്ങളിൽ പേടിച്ച അന്നത്തെ റഷ്യയിലെ സാർ ചക്രവർത്തി ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്താനായി ഡ്യൂമ എന്നൊരു പേരുള്ള ഒരു ജനകീയ പാർലമെന്റ് എന്ത് ചെയ്തു? വിട്ടുകൊടുക്കുകയും ചെയ്തു എന്നാണ്. ഇതാണ് 905 വിപ്ലവമായിട്ട് പറയുന്നത്. അപ്പോ എന്താണ് 917 വിപ്ലവത്തിന് മുന്നോടിയുള്ള ഒരു വിപ്ലവമാണ് എന്ത് 905 വിപ്ലവം എന്ന് പറയപ്പെടുന്ന ഘടകം. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് റവല്യൂഷൻ ഓഫ് 1970 അല്ലെ. നമ്മൾ പറഞ്ഞു 917 വിപ്ലവം അല്ലെ 917 വിപ്ലവം ഉണ്ട്. ആ വിപ്ലവത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? 2 ഘട്ടമായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ നോക്കുക റവല്യൂഷൻ ഓഫ് 1917 917 റവല്യൂഷൻ.
അല്ലെ? എന്താണ് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? റഷ്യൻ റവല്യൂഷന് 2 ഘട്ടങ്ങളുണ്ട്. അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്താണ്? ഒന്ന് ഫെബ്രുവരി റവല്യൂഷൻ, അതുപോലെ ഒക്ടോബർ റവല്യൂഷൻ. അല്ലെ? അപ്പൊ എന്താണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞത്? റഷ്യൻ റവല്യൂഷന് 2 ഘട്ടങ്ങള് ഉണ്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ആദ്യത്തേത് അല്ലെ? നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഘട്ടം ഏതാണ്? മെൻഷെവിക് പാർട്ടി ലീഡറായ അലക്സാണ്ടർ കെറാൻസ്കിയുടെ നേതൃത്വത്തിൽ, അല്ലെ? ശ്രദ്ധിക്കുക, മെൻഷെവിക് പാർട്ടി ലീഡറായ, അല്ലെ? എന്താണ് ആദ്യത്തേത്? എന്താണ്? മെൻഷെവിക് പാർട്ടി ലീഡറായ അലക്സാണ്ടർ കെറാൻസ്കി, അല്ലെ? നേതൃത്വത്തിൽ എന്താണ് 917 മാർച്ചിൽ നടന്ന ഫെബ്രുവരി റവല്യൂഷൻ. അല്ലെ? അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു? 2 ഭാഗങ്ങളുണ്ട് എന്തിന്? ഈ പറയപ്പെടുന്ന എന്തിന്? കലാപത്തിന്, അല്ലെ? റഷ്യൻ വിപ്ലവത്തിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്നെന്താണ്? ഒന്ന് മെൻഷെവിക് പാർട്ടി ലീഡറായ അലക്സാണ്ടർ കെറാൻസ്കിയുടെ നേതൃത്വത്തിൽ 917 മാർച്ചിൽ നടന്ന ഫെബ്രുവരി റവല്യൂഷൻ. അല്ലെ? മനസ്സിലായോ? ശ്രദ്ധിക്കുക, ഒന്നാമത് ഫെബ്രുവരി റവല്യൂഷൻ. രണ്ടാമത്തെ എന്താണ്? നമ്മൾ പറഞ്ഞു ആദ്യത്തെ എന്താണ്? മെൻഷെവിക് ലീഡറായ കെറാൻസ്കിയുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവമാണ് ഫെബ്രുവരി വിപ്ലവം പറഞ്ഞു, അല്ലെ? രണ്ടാമത്തെ വിപ്ലവം എന്താണ്? രണ്ടാമത്തെ വിപ്ലവം 917 നവംബർ 7-ന് ബോൾഷെവിക് പാർട്ടി ലീഡറായ ലെനിന്റെ നേതൃത്വത്തിൽ, അല്ലെ? അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് വ്ളാഡിമർ ലെനിൻ എന്നാണ്. അപ്പോ രണ്ടാമത്തെ വിപ്ലവം എന്താണ്? 917 നവംബർ 7-ന് ബോൾഷെവിക് പാർട്ടി ലീഡറായ ആരാണ്? ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന ഒക്ടോബർ റവല്യൂഷൻ, അല്ലെ? ഒക്ടോബർ റവല്യൂഷൻ. അപ്പൊ ഈ 2 കലാപങ്ങളാണ്, എനിക്ക് 2 ഘട്ടങ്ങളാണെന്ത് 917 റഷ്യൻ വിപ്ലവത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ത് ചെയ്യാം? നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം നമുക്ക്. അല്ലെ? 917 വിപ്ലവം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. റഷ്യൻ റവല്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? 2 ഘട്ടങ്ങള് ഉണ്ട്, അല്ലെ? ഏതൊക്കെയാണ്? ആദ്യത്തേത് മെൻഷെവിക് പാർട്ടി ലീഡറായ, അതായത് മെൻഷെവിക് പറഞ്ഞ മൈനോറിറ്റി ഇല്ലെങ്കിൽ ന്യൂനപക്ഷം എന്നാണ് അർത്ഥം, അല്ലെ? മെൻഷെവിക് പറഞ്ഞ എന്താണ്? മൈനോറിറ്റി ഇല്ലെങ്കിൽ ന്യൂനപക്ഷം. കൃത്യമായി നോട്ട് ചെയ്തിരിക്കുക. മെൻഷെവിക് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മൈനോറിറ്റി അല്ലെങ്കിൽ ന്യൂനപക്ഷം. അപ്പോ ആദ്യത്തേത് മെൻഷെവിക് പാർട്ടി ലീഡറായ, അല്ലെ? അതായത് ന്യൂനപക്ഷങ്ങളുടെ പാർട്ടി നേതാവായ അലക്സാണ്ടർ കെറാൻസ്കി എന്ന് പറയപ്പെടുന്ന നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന 917 മാർച്ചിൽ നടന്ന ഫെബ്രുവരി റവല്യൂഷൻ. നമുക്ക് ഇതിലൊരു ഡൗട്ട്, വിപ്ലവം നടക്കുന്നത് മാർച്ചിലാണ്, പക്ഷെ എന്താണ് അറിയപ്പെടുന്നത്? എന്താണ്? ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ്, അല്ലെ? അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? വ്യക്തമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ എന്താ പറഞ്ഞ നമ്മള്? രണ്ടാമത്തെ വിപ്ലവം 917 നവംബർ 7-ന് ബോൾഷെവിക് പാർട്ടി, അല്ലെ? മെൻഷെവിക് പറഞ്ഞ നമ്മൾ എന്ത് പറഞ്ഞു? മൈനോറിറ്റി ഇല്ലെങ്കിൽ ന്യൂനപക്ഷം. ബോൾഷെവിക് പറഞ്ഞ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്, അതായത് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ എന്താണ്? മെജോറിറ്റി. അപ്പോ ബോൾഷെവിക് പാർട്ടി ലീഡറായ ആരുടെ നേതൃത്വത്തില്? അല്ലെ? വ്ളാഡിമിർ ലെനിൻ, അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടാവും, ലെനിൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പോ വ്ളാഡിമിർ ലെനിന്റെ നേതൃത്വത്തിൽ നടന്ന വിപ്ലവമാണ് എന്ത്? ഒക്ടോബർ റവല്യൂഷൻ. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? ഒരു ചെറിയ ഡൗട്ട് ഉണ്ടാവും. എന്താണ്? വിപ്ലവം നടക്കുന്നത് നവംബർ 7-നാണ്, പക്ഷെ എങ്ങനെ അതിന് ഒക്ടോബർ റവല്യൂഷൻ എന്ന് വന്നു, അല്ലെ? അപ്പോ അത്തരത്തിൽ കാര്യങ്ങളൊക്കെയാണെന്നത് നമ്മൾ അടുത്ത കാര്യങ്ങള്, അത്തരം കാര്യങ്ങളൊക്കെയാണെന്ത് നമ്മൾ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2 ഘട്ടങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ഫെബ്രുവരി റവല്യൂഷൻ, അല്ലെ? 1917 റഷ്യൻ വിപ്ലവത്തിന്റെ ഒന്നാമത്തെ ഘട്ടമാണ് എന്ത്? ഫെബ്രുവരി റവല്യൂഷൻ പറഞ്ഞു. എന്താ ഫെബ്രുവരി റവല്യൂഷൻ കൊണ്ട് നമ്മൾ ഇവിടെ അർത്ഥമാക്കുന്നത്, അല്ലെ? നമുക്ക് കൃത്യമായിട്ട് നോക്കാൻ സാധിക്കും, അല്ലെ? നോക്കി നോക്കൂ. 917 മാർച്ച് 8-ന്, അല്ലെ? എന്നാണ് ഫെബ്രുവരി റവല്യൂഷൻ പറയുന്നത്? നോക്കി വെക്കുക. 917 മാർച്ച് 8-ന് തൊഴിലാളികൾ പെട്രോഗ്രാഡ്, അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൗൺ ആണിത് പെട്രോഗ്രാഡ്. ഈ സ്ഥലങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി ഓർത്ത് വെക്കുക കേട്ടോ. ഡേറ്റ്, മാസം, അതുപോലെ ഇയർ, ഓരോ നടന്ന സ്ഥലങ്ങള്, അതുപോലെ നേതൃത്വം കൊടുത്ത ആളുകൾ, ഇതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യുക? ചരിത്രത്തിൽ ഒന്നും കൂടി ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പോ ഇതെന്ത് ചെയ്യാം? ഒന്ന് കൃത്യമായി നോട്ട് വെക്കുക. അപ്പോ 917 മാർച്ച് 8-ന്, അല്ലെ? എന്ത് ചെയ്തു? തൊഴിലാളികള് പെട്രോഗാർഡിൽ തടിച്ചുകൂടി, അല്ലെ? എന്താണ്? സമരങ്ങൾ ആരംഭിച്ചു, നഗരങ്ങൾ കൈയടക്കി. ഒന്നാമത്തെ എന്താ പറഞ്ഞത്?
ഈ പറയപ്പെടുന്ന ഫെബ്രുവരി റവല്യൂഷന്റെ ആദ്യ ഘട്ടമാണ്. 2017 മാർച്ച് 8 എന്ത് ചെയ്തു? തൊഴിലാളികളെ പെട്രോഗാഡ് എന്ന് പറയപ്പെടുന്ന റഷ്യയിലെ പ്രധാനപ്പെട്ട നഗരം എന്ത് ചെയ്തു? അവിടെ തടിച്ചുകൂടുകയും സമരങ്ങൾ ആരംഭിക്കുകയും നഗരങ്ങൾ എന്ത് ചെയ്തു? ഓരോന്നുമായി എന്ത് ചെയ്തു? കൈയടക്കി തുടങ്ങിയെന്നാണ് പറയണത്. അല്ലെ? രണ്ടാമത്തെ പോയിന്റ് എന്താ? റഷ്യ ഭരിച്ച സാർ ചക്രവർത്തി. അല്ലെ? നമ്മൾ പറഞ്ഞു സാർ ചക്രവർത്തിമാരാണ് എവിടെ ഭരണം നടത്തുന്നത്? റഷ്യയില് ഭരണം നടത്തുന്നത്. അപ്പൊ റഷ്യ ഭരിച്ച സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ. ആ പേരെന്ത് ചെയ്യാ? കൃത്യമായി നോട്ട് വെക്കുക. അല്ലെ? റഷ്യ ഭരിച്ച സാർ ചക്രവർത്തി, അല്ലെ? സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ. ആ പേരെന്ത് ചെയ്യാ? കൃത്യമായി നോട്ട് വെക്കുക. പട്ടാളത്തെ ഉപയോഗിച്ച് തൊഴിലാളികളെ നേരിടാൻ, അല്ലെ? തൊഴിലാളികളെ നേരിടാൻ എന്ത് ചെയ്തു? തീരുമാനിച്ചു. തൊഴിലാളികളെ നേരിടാൻ തീരുമാനിച്ചു. അല്ലെ? അപ്പൊ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം. റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി, അന്നത്തെ സാർ ചക്രവർത്തിയായ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? പട്ടാളത്തെ ഉപയോഗിച്ച് തൊഴിലാളികളെ നേരിടാൻ തീരുമാനിച്ചു. എന്നാൽ എന്ത് ചെയ്തു? ഈ പറയുന്ന പോലെ സൈന്യം, അല്ലെ? ചക്രവർത്തിയുടെ ആജ്ഞ എന്ത് ചെയ്യാണ്? തള്ളിക്കളയാണ് ചെയ്തത്. അല്ലെ? നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം എന്താണ്? ബ്ലഡി സൺഡേ നമ്മൾ പറഞ്ഞു. അല്ലെ? എന്താണ്? ഫാദർ ജോർജ് കാപ്പന്റെ നേതൃത്വത്തില്, അല്ലെ, വിന്റർ പാലസിലേക്ക് എന്ത് ചെയ്തു? ഈ പറയപ്പെടുന്ന തൊഴിലാളികൾ ഒരു സമാധാന ജാഥ നടത്തി. ആ ജാഥയ്ക്ക് നേരെ എന്ത് ചെയ്തു? ഈ പറയപ്പെടുന്ന ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി എന്ത് ചെയ്തു? പട്ടാളത്തെ ഉപയോഗിക്കുകയും, അല്ലെ, അതിലേക്ക് എന്ത് ചെയ്യും? വെടിവെക്കുകയും ചെയ്തു പറഞ്ഞു. ആ വെടിവെപ്പിൽ എന്ത് ചെയ്തു? നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു നമ്മൾ പറഞ്ഞു. അല്ലെ? അതാണ് ബ്ലഡി സൺഡേ എന്നല്ല അറിയപ്പെടുന്നത്. പക്ഷെ അന്ന് എന്ത് ചെയ്തു? അന്ന് ചക്രവർത്തി ആജ്ഞ ആരാ അനുസരിച്ചിരുന്നു? പറയപ്പെടുന്ന സൈന്യം അനുസരിച്ചിരുന്നു. അല്ലെ? എന്നാൽ രണ്ടാമത് നടത്തിയ ഈ വിപ്ലവത്തില് 917 നടന്ന ഈ ഫെബ്രുവരി വിപ്ലവത്തിൽ എന്താണ്? സൈന്യം ചക്രവർത്തിയുടെ ആജ്ഞ തള്ളിക്കളയാണ് ചെയ്ത്. അല്ലെ? മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? 917 മാർച്ച് 12 തൊഴിലാളികൾ പെട്രോഗാഡ് നഗരവും മോസ്കോ നഗരവും പിടിച്ചടക്കി. അല്ലെ? 917 മാർച്ച് 12 തൊഴിലാളികൾ പെട്രോഗാഡ് നഗരവും മോസ്കോ നഗരവും പിടിച്ചടക്കി. അപ്പൊ രണ്ട് പ്രധാനപ്പെട്ട നഗരങ്ങൾ ആര് പിടിച്ചടക്കി? ഈ പറയപ്പെടുന്ന തൊഴിലാളികൾ, അതായത് സർവ്വസാധാരണ ജനങ്ങള് അവരെന്ത് ചെയ്തു? പിടിച്ചടക്കി. ഇത് കണ്ടു ഭയന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം, അതായത് തന്റെ ചക്രവർത്തി പദം ഉപേക്ഷിക്കുകയും നാട് വിടുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താ രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത്? 917 മാർച്ച് 12 തൊഴിലാളികൾ എന്ത് ചെയ്യാണ്? പെട്രോഗാഡ് നഗരവും മോസ്കോ നഗരവും പിടിച്ചടക്കി. ഇത് കണ്ട് ഭയന്ന അന്ന് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനത്യാഗം ചെയ്യുക, അതായത് തന്റെ ചക്രവർത്തി പദം ഉപേക്ഷിക്കുകയും എന്താണ്? അഭയസ്ഥാനം തേടി പോയി എന്നാണ് പറയണത്. ഇതോടെ 917 മാർച്ച് 15 മെൻഷെവിക് ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ, അല്ലെ? അപ്പൊ എന്താണ്? ചക്രവർത്തി സ്ഥാനത്യാഗം ചെയ്തു, അല്ലെങ്കിൽ എന്താണ്? ഭയന്ന് എന്ത് ചെയ്തു? ഒളിവിൽ പോയി. ഇത് എന്ത് ചെയ്തു? അല്ലെ? അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയപ്പെടുന്ന മെൻഷെവിക് ലീഡർ, അല്ലെ, 917 മാർച്ച് 15 മെൻഷെവിക് ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു ഗവൺമെന്റ് എന്ന് പറയാൻ പറ്റില്ല, താൽക്കാലിക ഗവൺമെന്റ്, ടെമ്പററി ഗവൺമെന്റ് എന്ത് ചെയ്തു? അധികാരത്തിൽ വന്നു. ഇത് ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അല്ലെ? ഇതെന്താണ്? ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോ എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ? നമുക്ക് ഒന്നുകൂടി കൃത്യമായി പറയാം. എന്താ കൃത്യമായി പറഞ്ഞാൽ എന്താണ്? അല്ലെ? എന്താ ഫെബ്രുവരി റവല്യൂഷൻ പറഞ്ഞ? ഈ പറഞ്ഞ പോലെ അല്ലെ, 917 മാർച്ച് 8 തൊഴിലാളികൾ എന്ത് ചെയ്തു? പെട്രോഗാഡിൽ തടിച്ചുകൂടി. അല്ലെ? നോട്ട് ചെയ്തേക്കുക. പെട്രോഗാഡിൽ തടിച്ചുകൂടി സമരങ്ങൾ ആരംഭിച്ചു, നഗരങ്ങള് കൈയടക്കി. അല്ലെ? രണ്ടാമത് എന്താണ്? റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി, അതായത് ഈ നഗരങ്ങൾ പിടിച്ചടക്കിയ തൊഴിലാളികൾക്കെതിരെ എന്ത് ചെയ്യാണ്? അന്ന് റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തി എന്ത് ചെയ്യാണ്? ആയ നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്യാണ്? പട്ടാളത്തെ ഉപയോഗിച്ചു തൊഴിലാളികളെ നേരിടാൻ തീരുമാനിച്ചു. അല്ലെ? എന്നാൽ എന്ത് ചെയ്യാണ്? സൈന്യം എന്ത് ചെയ്യാണ്? ചക്രവർത്തിയുടെ ആവശ്യം തള്ളിക്കളയാണ് ചെയ്യുന്നത്. അല്ലെ? അങ്ങനെ 1917 മാർച്ച് 12 എന്ത് ചെയ്തു? തൊഴിലാളികൾ പെട്രോഗാഡ് നഗരവും മോസ്കോ നഗരവും പിടിച്ചടക്കി. ഇത് കണ്ട് ഭയന്ന നിക്കോളാസ് രണ്ടാമൻ എന്ത് ചെയ്തു? സ്ഥാനത്യാഗം ചെയ്തു, അതായത് ഒളിവിൽ പോയി എന്ന് നമ്മൾ പറഞ്ഞു. അല്ലെ? ഇതോടെ 917 മാർച്ച് 15 മെൻഷെവിക് ലീഡറായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഒരു താൽക്കാലിക ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. ഇത് ഫെബ്രുവരി റവല്യൂഷൻ. അല്ലെ? കൃത്യമായി നോട്ട് വെക്കുക. എന്താണ് ഫെബ്രുവരി റവല്യൂഷൻ?
അല്ലെ? ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിലാണിത് ഈ ഒരു പിന്നീട് അറിയണത്. അപ്പൊ എന്താണ് ഇതിനെ ഫെബ്രുവരി റവല്യൂഷൻ വിളിക്കാൻ കാരണം? കാരണം എന്താണ്? സംഭവം നടക്കുന്ന മാർച്ചിലല്ലേ? അല്ലെ? സംഭവം നടക്കുന്നത് എന്താണ്? 917 മാർച്ച് 15 ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷെ പേര് എന്താ അറിയപ്പെടുന്നത്? ഫെബ്രുവരി റവല്യൂഷൻ അല്ലെ? എന്തുകൊണ്ട് അങ്ങനെ അറിയപ്പെടുന്നത്? അപ്പോ ഇത് ചരിത്രം പറയുന്നത് എന്താ വെച്ചാല് റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് നടക്കുന്നത് ഫെബ്രുവരിയിലാണ് അല്ലെ? റഷ്യൻ കലണ്ടർ പ്രകാരം, അതായത് ഇന്റർനാഷണൽ കലണ്ടറേക്കാൾ എന്താണ് ഒരു മാസം പിറകിലാണെന്ത് റഷ്യൻ കലണ്ടർ അല്ലെ? ഇന്റർനാഷണൽ കലണ്ടർ ഇപ്പോ കൃത്യമായി പോകുന്നുണ്ട്. ഇപ്പൊ ഇന്റർനാഷണൽ കലണ്ടർ മാർച്ചിലാണെങ്കിൽ എന്താണ് റഷ്യയിൽ അത് ഒരു മാസം പിന്നോട്ടായിരിക്കും അല്ലെ? മാർച്ച് പിന്നെ എന്താണ് ഫെബ്രുവരിയാണ്. അപ്പൊ റഷ്യൻ കലണ്ടർ പ്രകാരം എന്താണ് ഇത് നടക്കുന്നത് ഫെബ്രുവരിയിലാണ്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിക്കുന്നു? ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിലാണെന്ത് ഈ ഒരു വിപ്ലവം അറിയപ്പെടുന്നത്. അപ്പോ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അല്ലെ? എന്തുകൊണ്ടാണ് ഫെബ്രുവരി റവല്യൂഷൻ വിളിക്കുന്നത്? റഷ്യൻ കലണ്ടർ പ്രകാരം ഇത് നടക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഇന്റർനാഷണൽ കലണ്ടർ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് റഷ്യയിൽ ഒരു മാസം കുറവായിട്ടാണ് എന്ത് കാണിക്കാറ് അല്ലെ? അതുകൊണ്ട് എന്ത് വിളിക്കുന്നതിനെ ഫെബ്രുവരി റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ ഇത്രയാണെന്ത് 917 റഷ്യൻ വിപ്ലവത്തിന്റെ ഫസ്റ്റ് ഘട്ടമായ എന്ത് ഫെബ്രുവരി റവല്യൂഷനെ കുറിച്ച് പറയാനുള്ളത്. നമ്മളിവിടെ പ്രധാനപ്പെട്ട പിക്ചർ കാണിക്കുന്നുണ്ട് അല്ലെ? എന്താ പിക്ചറിൽ ആരാ നമുക്ക് കാണുന്നത്? പിക്ചറിൽ നമ്മൾ പ്രധാനമായിട്ടും കാണുന്ന ആള് റഷ്യയിലെ അല്ലെ പ്രധാനപ്പെട്ട വിപ്ലവ നേതാവായ, നമുക്ക് ആ ചിത്രം കാണുന്ന മനസ്സിലാവും അല്ലെ? എന്താണ് ആരാണ്? വ്ളാഡിമർ ലെനിൻ അല്ലെ? നമ്മൾ പറഞ്ഞു എന്താണ് രണ്ട് ഘട്ടം പറഞ്ഞു അല്ലെ? നമ്മൾ ഫെബ്രുവരി വിപ്ലവം ചർച്ച ചെയ്തു. രണ്ടാമത് എന്താ വിപ്ലവത്തേക്ക് നമ്മൾ പോകുന്നത്? ഒക്ടോബർ റവല്യൂഷൻ അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം, റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാമത്തെ ഘട്ടമായ ഒക്ടോബർ വിപ്ലവം. അപ്പൊ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ആരാണ്? റഷ്യയിലെ വിപ്ലവ നേതാവായ ആരാണ്? ബോൾഷെവിക് പാർട്ടി ലീഡറായ ലെനിനാണ് അല്ലെ? ലെനിൻ എന്താ ചെയ്യുന്നത് അവിടെ? കാണികളെ അഭിവാദ്യം ചെയ്യാണ്, അല്ലെങ്കിൽ കാണികൾക്ക് എന്ത് ചെയ്യാണ്, അല്ലെങ്കിൽ സമര പോരാളികൾക്ക് എന്ത് ചെയ്യാണ്? നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് അല്ലെ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് കൊടുക്കുന്നുണ്ടാവുക അല്ലെ? നമ്മൾ പറഞ്ഞു വിപ്ലവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ടാവുക. അതുപോലെ എന്തായിരിക്കുക, എങ്ങനെയാണ് ജനങ്ങൾക്ക് അനുയോജ്യമായ ഭരണം നടത്തേണ്ടത് എന്ത് ചെയ്യാണ് അദ്ദേഹം ചിലപ്പോൾ പ്രസംഗിക്കുകയായിരിക്കാം അല്ലെ? ഈ ചിത്രം നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ നേരെ പോകുന്നത് എവിടേക്കാണ്? ഒക്ടോബർ റവല്യൂഷൻ അല്ലെ? എന്താണ് ഒക്ടോബർ റവല്യൂഷൻ? ഇപ്പോ നമ്മൾ പറഞ്ഞു രണ്ടാം ഘട്ടമാണെന്ത് ഒക്ടോബർ റവല്യൂഷൻ, ഒന്നാം ഘട്ടം ഫെബ്രുവരി റവല്യൂഷൻ. ഓർത്ത് വെക്കുക കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വെച്ചാല് ചരിത്രമാണ്, തെറ്റിപ്പോണ്ട വെച്ചാലാണ് നീ എന്ത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പോ രണ്ടാം ഘട്ടം എന്താണ്? ഒക്ടോബർ റവല്യൂഷൻ ഇല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവം. എന്താണ് ഒക്ടോബർ വിപ്ലവം നമുക്ക് നോക്കാം. എന്താണ്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുടർന്നു പോകാനുള്ള കെറൻസ്കി ഗവൺമെന്റ് അല്ലെ? ആരാ കെറൻസ്കി? ഫെബ്രുവരി റവല്യൂഷന്റെ നേതാവ്, ഫസ്റ്റ് താൽക്കാലിക ഗവൺമെന്റ് നേതാവ് അല്ലെങ്കിൽ മെൻഷെവിക് പാർട്ടിയുടെ നേതാവ്. ഇയാളാണ് എന്ത് കെറൻസ്കി അല്ലെങ്കിൽ അലക്സാണ്ടർ കെറൻസ്കി. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുടർന്നു പോകാനുള്ള കെറൻസ്കി ഗവൺമെന്റ് തീരുമാനം സൈനികരിലും തൊഴിലാളികളും ചെയ്തു കടുത്ത അമർഷം ഉണ്ടാക്കി. അപ്പൊ എന്താ അല്ലെ? നമ്മൾ പറഞ്ഞു 917 എന്ത് റഷ്യൻ വിപ്ലവം തുടങ്ങുന്നത് പറഞ്ഞു. ഈ സമയത്താണെന്ത് ഒന്നാം ലോക മഹായുധം അവസാനിക്കാനുള്ള ഘട്ടം പോണത്. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ കാലഘട്ടം പറഞ്ഞത് 914 മുതൽ 918 വരെയാണ്. ഇപ്പോ വിപ്ലവം നടക്കുന്നത് എപ്പോഴാണ്? 917 ഒക്ടോബർ ആ ടൈമിലാണ്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്താണ് തുടർന്നു പോകാനുള്ള കെറൻസ്കി ഗവൺമെന്റ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒന്നാം ലോക മഹായുധം. ഒരു ഭാഗത്ത് ആരാണ്? റഷ്യ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങള്. മറുഭാഗത്ത് ആരാണ് അല്ലെ? ജർമ്മനി, ഇറ്റലി, ഓസ്ട്രിയ അല്ലെ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങൾ എന്താണ് മറുഭാഗത്താണ്. അപ്പോ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുടർന്നു പോകാനുള്ള കെറൻസ്കി ഗവൺമെന്റ് തീരുമാനം സൈനികരിലും തൊഴിലാളികളും ചെയ്തു കടുത്ത അമർഷം ഉണ്ടാക്കി അല്ലെ? സൈനികർക്ക് എന്താ ജോലി? യുദ്ധം ചെയ്യാണ്. അപ്പൊ റഷ്യയിലെ ഗവൺമെന്റ് എന്ത് ചെയ്യാണ്? യുദ്ധത്തെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പോ സൈനികർക്ക് എന്തുണ്ടാക്കിയത്? വലിയ അമർഷം ഉണ്ടാക്കുകയാണ്. സൈനികർക്ക് മാത്രമല്ല തൊഴിലാളികൾക്കും എന്ത് ചെയ്യാണ്? കടുത്ത അമർഷം ഉണ്ടാക്കുകയാണ്. അപ്പൊ കെറൻസ്കി ഗവൺമെന്റ് എന്താണ് അല്ലെ? ജനദ്രോഹപരമായ നടപടികളാണ് എന്ത് ചെയ്ത് എന്ത് ചെയ്യാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നമ്മൾ ചുരുക്കം പറഞ്ഞ എന്താണ്? സാർ ചക്രവർത്തിയുടെ ഭരണം മടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലെ? താൽക്കാലിക ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു നേതാവിനെ ആര് കണ്ടുപിടിക്കുന്നത്? റഷ്യയിലെ ഗവൺമെന്റ് അല്ലെങ്കിൽ റഷ്യയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നത്. ആ കണ്ടുപിടിച്ച നേതാവ് എന്താണ് ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് എതിരായിട്ടാണ് ചെയ്യുന്നത്
പ്രവർത്തിക്കുന്നത്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുടർന്നു പോകാനുള്ള കറൻസി ഗവൺമെന്റ് തീരുമാനം സൈനികരിലും തൊഴിലാളികളിലും കടുത്ത അമർഷം അല്ലെങ്കിൽ എന്താണ് കടുത്തൊരു നിരാശ ഉണ്ടാക്കിയെന്നാണ് പറയണത്. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? സൈനികരും തൊഴിലാളികളും കർഷകരും യുദ്ധവും തൊഴിലും ബഹിഷ്കരിച്ചു. അപ്പൊ എന്താണ് സൈനികർ എന്ത് ചെയ്തു? അല്ലെ, ഈ ഒരു ഡിക്ലറേഷൻ വരികയാണ്. എന്ത്? ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്ത് ചെയ്യണം? സൈനികർ പങ്കെടുക്കണം എന്നുള്ള കറൻസി ഗവൺമെന്റ് ഡിക്ലറേഷൻ എന്ത് ചെയ്യാണ്? എതിർക്കുകയാണ്. അപ്പൊ സൈനികർ എന്ത് ചെയ്യാണ്? യുദ്ധം ബഹിഷ്കരിച്ചു. തൊഴിലാളികൾ എന്ത് ചെയ്തു? അവരെ പണി ബഹിഷ്കരിച്ചു. കർഷകർ എന്ത് ചെയ്തു? അവരെ കാർഷിക മേഖല എന്ത് ചെയ്തു? ബഹിഷ്കരിച്ചു. അപ്പൊ സൈനികരും തൊഴിലാളികളും കർഷകരും എന്ത് ചെയ്യാണ്? യുദ്ധവും തൊഴിലും ബഹിഷ്കരിച്ചു എന്നാണ് പറഞ്ഞത്. മൂന്നാം ഇത് പറയുന്നത് ഈ സമയം അല്ലെ, ഈ വിപ്ലവം എന്താ പറയുക കറൻസി ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാണ്? അല്ലെ, അതിന്റെ ഏറ്റവും പീക്ക് ലെവലിലെത്തിയ സമയമാണ്. അപ്പൊ ഈ സമയത്ത് എന്താണ് സ്വിറ്റ്സർലാൻഡിലായിരുന്ന ബോൾഷെവിക് നേതാവായ ലെനിൻ റഷ്യയിലേക്ക് തിരികെത്തുകയും തൊഴിലാളികൾക്ക് സപ്പോർട്ടായി നിൽക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. എന്താ മൂന്നാമത്തെ പോയിന്റ്? അല്ലെ, ഈ കറൻസി ഗവൺമെന്റിനെതിരെ ജനരോഷം കത്തി നിൽക്കുന്ന സമയത്താണെന്ത് ബോൾഷെവിക് നേതാവായ, ബോൾഷെവിക് പറഞ്ഞ മെജോറിറ്റി പാർട്ടിയുടെ അല്ലെങ്കിൽ മെജോറിറ്റി ആളുകൾ, അതായത് ഭൂരിഭാഗം വരുന്ന ആളുകളുടെ നേതാവായ, ഭൂരിഭാഗം വരുന്ന ആളുകൾ ആരൊക്കെയാണ്? അല്ലെ, സർവ്വസാധാരണ ജനങ്ങള്, കർഷകര്, തൊഴിലാളികള്, അധസ്ഥിത വിഭാഗങ്ങൾ, ഇവരെല്ലാം നേതാവായ അല്ലെ വ്ളാഡിമർ ലെനിൻ അദ്ദേഹം റഷ്യയിലേക്ക് തിരികെ വരികയും തൊഴിലാളികൾക്ക് സപ്പോർട്ടായി നിൽക്കുകയും ചെയ്തു എന്നാണ് പറയണത്. അപ്പൊ ഇതാണെന്ത് ഒക്ടോബർ വിപ്ലവത്തിന്റെ ഒരു ഫസ്റ്റ് പാർട്ടായിട്ട് പറയണത്. അങ്ങനെ എന്ത് ചെയ്തു? അല്ലെ, 1917 നവംബർ 7 കറൻസി ഗവൺമെന്റ് തകർന്നു വീണു. എങ്ങനെയാണ് തകർന്നു വീഴുന്നത്? വ്ളാഡിമർ ലെനിൻ എന്ന് പറയപ്പെടുന്ന ശക്തനായ നേതാവ് അല്ലെ, ശക്തനായ തൊഴിലാളി നേതാവ് എന്താണ് റഷ്യയിലേക്ക് തിരികെ വരികയാണ്. അപ്പോ കറൻസി ഗവൺമെന്റ് ജനദ്രോഹപരമായ നടപടികൾ എന്താണ് ജനങ്ങൾക്ക് കൂടുതലായിട്ട് എന്താ ഉണ്ടാക്കിയിട്ടുള്ളത്? ദുരിതം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കിയ ലെനിൻ എന്ത് ചെയ്തു? നമ്മൾ നേരത്തെ പിക്ചർ കണ്ടു അല്ലെ, ആ പിക്ചറിൽ കണ്ട പോലെ തന്നെ എന്താണ് സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യണം? ആഹ്വാനങ്ങൾ കൊടുക്കുകയാണ്. എങ്ങനെ പ്രവർത്തിക്കണം, ജനങ്ങളെ എങ്ങനെ എന്ത് ചെയ്യണം? അധികാരം വിനിയോഗിക്കണം അല്ലെ, എന്താ കറൻസി ഗവൺമെന്റ് എങ്ങനെ താഴെ ഇറക്കണം എന്നുള്ള ഒരു ആശയങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ 1917 നവംബർ 7 കറൻസി ഗവൺമെന്റ് തകർന്നു വീണു എന്നാണ് പറയുന്നത്. ബോൾഷെവിക് പാർട്ടി അധികാരത്തിൽ വരികയും എന്ത് ചെയ്തു? അന്ന് തന്നെ ചെയ്തു. അപ്പോ 1917 നവംബർ 7 എന്ത് ചെയ്യാണ്? കറൻസിയുടെ കീഴിലുള്ള താൽക്കാലിക ഗവൺമെന്റ് തകർന്നു വീണു അല്ലെ. അന്നേ ദിവസം തന്നെ എന്ത് ചെയ്യാണ്? ബോൾഷെവിക് പാർട്ടി അധികാരത്തിൽ വരികയും ചെയ്തു. അതായത് ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് അല്ലെ, ഓൾ റഷ്യൻ കോൺഗ്രസ് ഓഫ് സോവിയറ്റ് എന്ത് ചെയ്യാണ്? അധികാരത്തിൽ വരികയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇതാണെന്ത് റഷ്യൻ വിപ്ലവം അല്ലെ, അല്ലെങ്കിൽ റഷ്യൻ വിപ്ലവത്തിന്റെ രണ്ടാം ഘട്ടമായ എന്ത് ഒക്ടോബർ വിപ്ലവം എന്ന പേരില് അല്ലെ, ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ എന്ത് അറിയപ്പെടുന്നത് അല്ലെ. ഓൾ ഇന്ത്യൻ റഷ്യൻ കോൺഗ്രസ് എന്ത് ചെയ്യാണ്? കോൺഗ്രസ് ഓഫ് സോവിയറ്റ് അധികാരത്തിൽ വന്നു. ഇതെന്താണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിലാണ് എന്ത് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഇതാണെന്ത് ഒക്ടോബർ റവല്യൂഷന്റെ അല്ലെങ്കിൽ ഒക്ടോബർ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ച പോലെ എന്തുണ്ടായിരിക്കാം? ഡൗട്ട് ഉണ്ടായിരിക്കാം അല്ലെ. ഇത് നടക്കുന്നത് എപ്പോഴാണ്? നവംബറിലാണ് വിപ്ലവം നടക്കുന്നത് അല്ലെ, പക്ഷെ പേരെന്താണ്? ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്തുകൊണ്ടായിരിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അന്താരാഷ്ട്ര കലണ്ടർ പ്രകാരം റഷ്യൻ കലണ്ടർ എന്താണ് ഒരു മാസം പുറകിലാണ് അല്ലെ. ഇന്റർനാഷണൽ കലണ്ടർ പ്രകാരം വിപ്ലവം നടക്കുന്നത് എന്താണ് നവംബറിലാണ് നടക്കുന്നത്. പക്ഷെ റഷ്യയിലെ കലണ്ടർ എന്താണ് ഒരു മാസം പിറകോട്ടാണ്. അപ്പൊ അവിടെ എങ്ങനെയുണ്ടാവുക? അവിടെ ഒക്ടോബർ മാസമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എന്തറിയപ്പെടുന്നത്? ഒക്ടോബർ റവല്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഒക്ടോബർ റവല്യൂഷനുമായി ബന്ധപ്പെട്ടുള്ളത്. നമ്മൾ നേരത്തെ എന്തൊക്കെ പറഞ്ഞു? 1905 വിപ്ലവം പറഞ്ഞു അല്ലെ, അതുപോലെ എന്താണ് 1917 ഫെബ്രുവരി റവല്യൂഷൻ പറഞ്ഞു, ഒക്ടോബർ റവല്യൂഷൻ പറഞ്ഞു, അതുപോലെ എന്താണ് അല്ലെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോ ഇതാണ് എന്ത് റഷ്യയിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളുടെ കാര്യങ്ങളായിട്ട് പറയണത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ്? കോസസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ അല്ലെ. നമ്മൾ പറഞ്ഞു റഷ്യയിൽ വിപ്ലവം ഉണ്ടായി പറഞ്ഞു, ഫെബ്രുവരി ഉണ്ടായി, ഒക്ടോബറിലുണ്ടായി, 1905 വിപ്ലവം ഉണ്ടായി നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പോ ഈ വിപ്ലവത്തിനെ നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ അറിയണം? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ത് റഷ്യയില് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെ, അത് നമുക്ക് അറിയണ്ടേ? അതറിയാൻ നമുക്ക് ഈ ഒരു ടോപ്പിക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. എന്ത് വിപ്ലവം ഉണ്ടാണെങ്കിലും എന്തുണ്ടാവും? അതിന് കാരണമായിരിക്കും, അല്ലെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട ഒരു റീസൺ ആയിരിക്കും. അപ്പോ ഇവിടെ കുറച്ച് റീസൺസ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് അല്ലെ
റഷ്യൻ റവല്യൂഷന്റെ കാരണങ്ങൾ. കോസസ് ഓഫ് റഷ്യൻ റവല്യൂഷൻ. കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. ഈ നോട്ട് ചെയ്ത പോയിന്റുകൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയായിട്ടുള്ളൂ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ നോക്കല്ലേ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം. അല്ലെ, നമ്മൾ പറഞ്ഞത് എന്താണ്? റഷ്യ ഭരിച്ചിരുന്ന ആരാ? സാർ ചക്രവർത്തിമാരാണെന്ത് റഷ്യ ഭരിച്ചിട്ടുള്ളത്. അല്ലെ, അപ്പൊ അവരുടെ സ്വേച്ഛാധിപത്യപരമായ ഭരണം, അതായത് എന്താണ്? തന്നിഷ്ടത്തിന് എന്ത് ചെയ്യാണ് ഭരണം നടത്തുക. അല്ലെ, അവിടെ എന്ത് അവർ നോക്കുന്നില്ല? ജനങ്ങളുടെ അവകാശങ്ങൾ നോക്കുന്നില്ല, ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നില്ല. അല്ലെ, അവര് എന്താണോ പറയണത്, അല്ലെ, എനിക്ക് അടിച്ചേൽപ്പിക്കൽ നയം, അവരെന്താണോ അവരുടെ സ്വമേധയാ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് പറയുന്നത്, അതിനനുസരിച്ച് ആര് ജീവിച്ചോളാം? റഷ്യയിലെ സാധാപ്പെട്ട ജനങ്ങള് ജീവിച്ചോളാം. അല്ലെ, അവർക്ക് ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അല്ലെ, അതുപോലെ എന്താണ് വേണ്ട പോലെ സംരക്ഷണം ഉണ്ടായിരിക്കില്ല, അതുപോലെ എന്താണ് ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ഇതൊന്നും ആർക്കും അറിയേണ്ട ആവശ്യമില്ല, റഷ്യ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോ അവരുടെ സ്വേച്ഛാധിപത്യപരമായ ഭരണം, അല്ലെ, അല്ലെങ്കിൽ അവരുടെ തന്നിഷ്ടമായ ഭരണമാണ് എന്ത് റഷ്യൻ റവല്യൂഷനെ നയിച്ച ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയണത്. അല്ലെ, അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമുക്ക് മനസ്സിലായി എന്താണ്. ഇനി അടുത്ത് പറയണത് എന്താണ്? അടുത്ത് പറഞ്ഞത് കർഷകരുടെ ആവലാതികൾ. അല്ലെ, എന്താ അങ്ങനെ പറഞ്ഞ? കർഷകരുടെ ആവലാതികൾ. അല്ലെ, എന്താ കർഷകരുടെ ആവലാതികൾ പറഞ്ഞ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? റഷ്യയിൽ ആരാണ് ഭൂരിഭാഗം വരുന്നത്? ലക്ഷക്കണക്കിന് വരുന്ന തൊഴിലാളികളാണെന്ത് ഭൂരിഭാഗം വരുന്നത്. അല്ലെ, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരാണ് അല്ലെങ്കിൽ തൊഴിലാളികളാണെന്ത് ഭൂരിഭാഗം വരുന്നത്. അപ്പൊ ഈ കർഷകർക്ക് എന്തില്ല? ഒരു തുണ്ട് ഭൂമിയില്ല. അല്ലെ, റഷ്യയിലെ എന്താണ്? ഫ്യൂഡൽ സിസ്റ്റം ആണ്. ഫ്യൂഡലിസം പറഞ്ഞ എന്താണ്? രാജാവ്, അല്ലെ, പ്രഭു, ഇടപ്രഭു, അല്ലെ, കർഷകൻ. ഇതാണ് ഒരു ഫ്യൂഡലിസം എന്ന് പറയപ്പെടുന്ന മെത്തേഡ്. അപ്പോ റഷ്യയിലെ ഫ്യൂഡലിസം ഉണ്ടായത് കൊണ്ട് തന്നെ എന്താണ്, അല്ലെ, ഈ പറഞ്ഞ പോലെ കർഷകർ ഏറ്റവും അടിത്തട്ടായിരുന്നു. അപ്പോ കർഷകർക്ക് കിട്ടേണ്ട ഭൂമി ആരാണ് കൈവശം വെച്ചിരുന്നത്? ഈ പറയപ്പെടുന്ന പുരോഹിതന്മാര്, പ്രഭുക്കന്മാര്, ഇവരാണെന്ത് കർഷകർക്ക് കിട്ടുന്ന ഭൂമി കൈവശം വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെ, ഇവരെന്ത് ചെയ്യുന്നു? മാക്സിമം കർഷകരെ ചൂഷണം ചെയ്തിരുന്നു, കുറഞ്ഞ വേതനത്തിന് എന്ത് ചെയ്യുന്നു? പണി ചെയ്യിപ്പിച്ചിരുന്നു. അപ്പോ കർഷകരുടെ ആവലാതികൾ എന്ത് ചെയ്തു? ക്രമേണ എന്ത് ചെയ്തു? ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു. അല്ലെ, അതൊരു ക്രമേണ എന്ത് ചെയ്തു? ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? കർഷകരുടെ ആവലാതികൾ. മൂന്നാമത്തെ പോയിന്റ്, അല്ലെ, തൊഴിലാളികളുടെ ദുരിതങ്ങള്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? അല്ലെ, പെട്രോകാർഡ് നഗരങ്ങൾ എന്ത് ചെയ്യാണ്? തൊഴിലാളികളെ പിടിച്ചടക്കാണ്. എന്തിനാ പിടിച്ചടക്കുന്നത്? വെറുതെ പിടിച്ചടക്കോ? ഇല്ല. അല്ലെ, രാജ്യം ഭരിക്കുന്നത് കഴിവുകെട്ട ഭരണാധികാരികളാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ്, അല്ലെ, രാജ്യത്ത് അവർക്ക് വേണ്ടത്ര സംരക്ഷണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തൊഴിലാളികൾ എന്ത് ചെയ്യും? മുന്നോട്ട് പോകും. അല്ലെ, ഇപ്പൊ മെച്ചപ്പെട്ട ജീവിത സൗകര്യം ഉണ്ടാവില്ല. അല്ലെ, തൊഴിൽ ദുരിതങ്ങളായിരിക്കാം. അല്ലെ, അതുപോലെ എന്തായിരിക്കാം? ഭക്ഷണ സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. അല്ലെ, അതുപോലെ പറിക്കുന്ന മേഖലയിൽ എന്തുണ്ടായിരിക്കില്ല? മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല. ചിലപ്പോ യന്ത്രങ്ങൾക്കിടയിൽ പറിക്കേണ്ട ആളുകളായിരിക്കാം. അപ്പോ അവർക്ക് എന്തില്ല? യാതൊരുവിധ സുരക്ഷ ആര് കൊടുക്കുന്നില്ല? ഗവൺമെന്റ് നോക്കുന്നില്ല. അല്ലെ, ഇതൊക്കെ നോക്കേണ്ടത് ആരാണ്? ഗവൺമെന്റ് ആണ് നോക്കേണ്ടത്. അപ്പോ തൊഴിലാളികളുടെ ദുരിതങ്ങൾ എന്ത് ചെയ്യാണ്? വർദ്ധിച്ചു വരിക എന്നല്ലാണ്ട് നിന്നില്ല, അതിന് ശമനം ഉണ്ടാകുന്നില്ല. അപ്പോ തൊഴിലാളികൾ എന്ത് ചെയ്യാണ്? അല്ലെ, ഗവൺമെന്റിനെതിരെ ജനരോക്ഷം, അല്ലെ, ആളിക്കത്തിക്കുകയും അതെന്ത് ചെയ്തു? ഒരു വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നാണ് പറയണത്. നാലാമത്തെ പോയിന്റ് പറഞ്ഞത് എന്താണ്? സാമൂഹിക അസമത്വങ്ങള്. അല്ലെ, സോഷ്യൽ ഇൻഇക്വാലിറ്റീസ്. അല്ലെ, അപ്പൊ എന്താ അസമത്വം പറഞ്ഞ? അല്ലെ, അസമത്വം പറഞ്ഞ എന്താണ്? എല്ലാവരെയും തുല്യരായി കണക്കാക്കാത്ത ഒരു വ്യവസ്ഥ. അല്ലെ, ഒരു സോഷ്യൽ സിസ്റ്റം ആണെന്ത് ഇൻഇക്വാലിറ്റി എന്ന പേരിൽ അറിയപ്പെടുക. അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? റഷ്യയിൽ എന്താണ് ഭൂരിഭാഗം വരുന്നത് സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളാണ്. അവർക്ക് എന്തില്ല? മെച്ചപ്പെട്ട സൗകര്യങ്ങളില്ല, ജീവിത സൗകര്യങ്ങളില്ല, അല്ലെ, മറ്റു കാര്യങ്ങളില്ല, വേണ്ടമായ അത്യാവശ്യ ഘടകങ്ങളില്ല. ഇതൊക്കെ അനുഭവിക്കുന്ന ആരാണ്? സമൂഹത്തിലെ ഉന്നത വർഗമായ പുരോഹിതര്, അതുപോലെ പ്രഭുക്കന്മാര്, രാജാക്കന്മാര്. അല്ലെ, ഇവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? ഇവർക്ക് സാധാരണ ജനങ്ങളുടെ ആവശ്യങ്ങള് അംഗീകരിക്കുകയോ അവരെ കാര്യങ്ങൾ നോക്കുകയോ ആർക്കും അറിയേണ്ട ആവശ്യമില്ല. റഷ്യയിലെ, അല്ലെ, സാർ ചക്രവർത്തിമാർക്കും പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോ ഇത് എന്ത് ചെയ്യാണ്? സമൂഹത്തില് ഒരു ഇൻഇക്വാലിറ്റീസ് എന്ന് പറയപ്പെടുന്ന ഒരു പ്രോസസ് ഉണ്ടാക്കുകയാണ്. അല്ലെ, കുറച്ച് ആളുകൾക്ക് എന്താണ്? നല്ല സൗകര്യങ്ങള്. അല്ലെ, കൂടുതൽ ആളുകൾക്ക് എന്താണ്? കുറഞ്ഞ സൗകര്യങ്ങള്. അല്ലെ,
ചിലപ്പോൾ കുടിക്കാൻ പച്ചവെള്ളം പോലും ഉണ്ടായിരിക്കില്ല, അല്ലെ? മാത്രമല്ല കഴിക്കാൻ ഭക്ഷണം പോലും ഉണ്ടായിരിക്കില്ല. അപ്പോ ഇത്തരത്തിലുള്ള സാമൂഹിക അസമത്വങ്ങൾ എന്ത് ചെയ്യാണ്? അതിപ്പോ ഒരു വസ്തുവിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളിലും. അതായത് ചിലപ്പോൾ തൊഴിലായിരിക്കാം, അല്ലെ? സമ്പത്തായിരിക്കാം, ഭൂമിയായിരിക്കാം, അങ്ങനെ വസ്ത്രങ്ങളായിരിക്കാം, അല്ലെ? ഭക്ഷണ സാമഗ്രികളായിരിക്കാം, പാർപ്പിടത്തിന്റെ കാര്യങ്ങളായിരിക്കാം, അങ്ങനെ ഒട്ടേറെ അസമത്വങ്ങൾ എന്ത് ചെയ്യാണ്? റഷ്യയില് നിലനിൽക്കുകയാണ്. അപ്പൊ ഈ അസമത്വങ്ങൾ എന്ത് ചെയ്യാണ്? അല്ലെ? ഈ പറഞ്ഞ പോലെ റഷ്യയിൽ എന്ത് ചെയ്യണം? റഷ്യയെ ഒരു വിപ്ലവത്തിലേക്ക് എന്ത് ചെയ്യാണ്? നയിച്ചു എന്നാണ് പറയണത്. അപ്പോ സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് എന്നാണ് ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. 5 എന്താണ്? റഷ്യ ജപ്പാൻ യുദ്ധം. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെ? എന്താണ്? റഷ്യ ജപ്പാൻ യുദ്ധം. അതായത് കേവലം ചെറിയൊരു രാഷ്ട്രമായ ജപ്പാൻ, അല്ലെ? നമ്മൾ നോക്കി നമുക്ക് മനസ്സിലാവും, അല്ലെ? ലോകമാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ്? ഏഷ്യയിലെ ഒരു ചെറിയ ദ്വീപ സമൂഹമാണെന്ത്? ജപ്പാൻ എന്ന് പറയപ്പെടുന്ന രാജ്യം, അല്ലെ? ആ രാജ്യമാണെന്ത്? ലോകത്തിലെ ഏറ്റവും വലിയ വിസ്തൃതമായ രാജ്യമായ റഷ്യ എന്ത് ചെയ്യുന്നത്? പരാജയപ്പെടുന്നത്, അല്ലെ? ആടും ആനയും നമ്മളെ വ്യത്യാസം, അല്ലെ? നമ്മളങ്ങനെ പറയാറുണ്ട്. അപ്പോ ആ ഒരു വ്യത്യാസത്തിലാണെന്ത് നമ്മൾ ഈ രാജ്യങ്ങളെ കണക്കാക്കുന്നത്. അപ്പൊ കേവലം ചെറിയ രാജ്യമായ ജപ്പാൻ എന്ത് ചെയ്യാണ്? റഷ്യയെ പരാജയപ്പെടുത്തുന്ന പറയുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല, അല്ലെ? അപ്പോ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യും? അല്ലെ? വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോ എന്താണ്? റഷ്യയിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ആത്മവിശ്വാസം പോവാണ്. കാരണം കേവലം ചെറിയൊരു രാഷ്ട്രമായ ജപ്പാനിൽ നിന്ന് ആക്രമണം ഉണ്ടായപ്പോൾ പോലും, അല്ലെ? തങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് ആണ് എവിടെ ഭരിക്കുന്നത്? റഷ്യ ഭരിക്കുന്നത്, അല്ലെ? അപ്പോ കുറച്ചുകൂടി കഴിഞ്ഞാൽ എന്താണ്? ഇതിനു വലിയ യുദ്ധങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? തങ്ങളുടെ ജീവൻ ആപത്തെന്ന് ആര് മനസ്സിലാക്കി? റഷ്യയിലെ സാധാരണപ്പെട്ട ജനങ്ങള് മനസ്സിലാക്കി. അപ്പൊ ഒരു കഴിവുകെട്ട ഭരണകൂടമാണ് എവിടെ ഉള്ളത്? റഷ്യയിൽ ഭരണം നടത്തുന്ന ആര് മനസ്സിലാക്കി? റഷ്യയിലെ ജനങ്ങൾ മനസ്സിലാക്കി. ഇത് എന്ത് ചെയ്തു? അല്ലെ? ഒരു വിപ്ലവത്തിലേക്ക് എന്ത് ചെയ്യാണ്? റഷ്യയെ നയിച്ചു എന്നാണ് പറയുന്നത്. 6ാമത്തെ പോയിന്റ് പറയുന്നത് റഷ്യൻ ഇതര ദേശീയതയുടെ പ്രശ്നങ്ങൾ, അല്ലെ? ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും 992 വരെ എന്താണ്? USSR ആണ്, യുണൈറ്റഡ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയ, അല്ലെ? USSR എന്ന് പറയപ്പെടുന്ന രാഷ്ട്രമാണ് ഉണ്ടായിരുന്നത്, അല്ലെ? നമ്മൾ കോൾഡ് വാർ ഒക്കെ കേട്ടിട്ടുണ്ടാവും. അതിനുശേഷമാണ് എന്ത്? 992 ശേഷമാണ് എന്ത്? റഷ്യ എന്ന് പറയപ്പെടുന്ന രാഷ്ട്രം ഒന്നും എന്ത്, അല്ലെ? ഫേമസ് ആയിട്ട് വരുന്നത്. അപ്പോ ഈ USSR എന്താണ്? റഷ്യ ഉൾപ്പെടെയുള്ള 16 രാജ്യങ്ങൾ ഭരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഈ USSR പറയപ്പെടുന്ന ഒരു സോവിയറ്റ് യൂണിയനിൽ എന്താണ്? റഷ്യ ഉൾപ്പെടെയുള്ള 16 രാജ്യങ്ങള് ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലെ ഏറ്റവും വലിയ രാജ്യമാണെന്നത് റഷ്യ, അല്ലെ? ഇതേപോലെ ചെക്കോസ്ലോവാക്യ ഉണ്ട്, അതുപോലെ എന്താണ്, അല്ലെ? സെർബിയ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ യൂണിയനിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോ ഈ മറ്റുള്ള രാഷ്ട്രങ്ങളെ മേലെ എന്ത് ചെയ്യാണ്? റഷ്യക്കാരൻ എന്ത് ചെയ്യാണ്? അവരുടെ ദേശീയത അടിച്ചേൽപ്പിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് റഷ്യക്കാർ എന്ത് ചെയ്യാണ്? മറ്റുള്ള രാഷ്ട്രങ്ങളെ മേലെ, അതായത് ഇവരെ യൂണിയനിൽപ്പെട്ട മറ്റുള്ള രാഷ്ട്രങ്ങളെ മേലെ എന്ത് ചെയ്യാണ്? അവരുടെ ദേശീയത അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക്, അതായത് റഷ്യയുടെ യൂണിയനിൽ ഉൾപ്പെടുന്ന മറ്റു രാഷ്ട്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അല്ലെ? മറ്റുള്ള രാഷ്ട്രങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല? എന്താ പറയാ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്ത് ചെയ്തു? അല്ലെ? റഷ്യയിലെ ഒരു വിപ്ലവത്തിന് കാരണമായി എന്നാണ് പറയുന്നത്. 7ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ഭൗതികപരമായ കാരണങ്ങൾ, അല്ലെ? എന്താ ഭൗതികപരമായ കാരണങ്ങൾ എന്ന് പറയുന്നത്? അല്ലെ? അപ്പൊ നമ്മള് ചില ആളുകളുണ്ടായിരിക്കാം, ചില ബുദ്ധിജീവികള്, അല്ലെ? അതായത് നമ്മൾ ഈ സാഹിത്യങ്ങളൊക്കെ എഴുതി വിടുന്ന ആളുകള്, ഇവരുടെ സാഹിത്യങ്ങൾ ആകർഷണമായിട്ട് ചില വ്യക്തികൾ എന്ത് ചെയ്തു? റഷ്യയിൽ വിപ്ലവം നടത്തുകയാണ്. അതായത് ബുദ്ധിജീവികളുടെ ഒരു പ്രധാനപ്പെട്ട പങ്ക് അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ വിപ്ലവത്തിന് കാരണമായിട്ട്. അതായത് സാർ ഭരണകൂടത്തിനെതിരെയും പുരോഹിതന്മാർക്കെതിരെയും അതുപോലെ എന്താണ്, അല്ലെ? പുരോഹിതന്മാർക്കെതിരെയും അതുപോലെ പ്രഭുക്കന്മാർക്കെതിരെ എന്ത് ചെയ്യാണ്? ഇവര്, അല്ലെ, എഴുതി വിടുകയാണ്, അല്ലെ? അങ്ങനെ ആയിരിക്കണം. അപ്പൊ ഇതെന്താണ്? നാട്ടിലെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ചെയ്യാണ്? ഒരു ആവേശം കൊള്ളുകയാണ്, അല്ലെ? ഓരോരുത്തരെ എന്താ പറയുക, എഴുത്തുകളിലൂടെയും മറ്റും എന്ത് ചെയ്യാണ്? ആവേശം കൊള്ളുകയാണ്. അപ്പോ എന്താണ്? ഇത്തരം ലേഖനങ്ങളും മറ്റും എന്ത് ചെയ്യാണ്? ജനങ്ങളുടെ ഇടയിൽ ആകർഷമാവുകയും അവരെന്ത് ചെയ്തു? ഒരു വിപ്ലവം എന്ന് പറയപ്പെടുന്ന വ്യവസ്ഥയിലേക്ക് എന്ത് ചെയ്യാണ്? നയിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ലാസ്റ്റ് വൺ പോയിന്റ് ആയിട്ട് പറയുന്നത് പെട്ടെന്നുണ്ടായ കാരണം, അല്ലെ? 8ാമത്തെ കാരണമാണെന്ത്? പെട്ടെന്നുണ്ടായ കാരണം. അപ്പൊ ഈ ഒരു കാരണമാണെന്ത്? റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ട് പറഞ്ഞത്, അല്ലെ? അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഓരോ ഭാഗത്തുണ്ടായ അല്ലെങ്കിൽ ഓരോ മേഖലകളിലുണ്ടായ പ്രശ്നങ്ങളാണ്, അല്ലെ? ഇതെന്താണ്? പെട്ടെന്നുണ്ടാവുക കാരണം, അല്ലെ? അതായത് ഒരു വിപ്ലവം തുടങ്ങാൻ എന്തുണ്ടാവും? ഒരു റീസൺ ആയിരിക്കും, പെട്ടെന്നുണ്ടാവും റീസൺ ആയിരിക്കും. ആ റീസൺ എവിടെയുണ്ട്? റഷ്യൻ റവല്യൂഷൻ എന്ന് പറയപ്പെടുന്ന, അല്ലെ, ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്താണ് പെട്ടെന്നുണ്ടായ കാരണം? നമ്മൾ പറഞ്ഞു എന്താണ്? 914 അല്ലെ, 1ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. 918 എന്ത് ചെയ്തു?
അല്ലെ? ഒന്നാം ലോക മഹായുദ്ധം അവസാനിച്ചു. അപ്പോ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ എന്താണ് ആരൊക്കെ നമ്മൾ സഖ്യശക്തികൾ പറഞ്ഞത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് ഏതൊക്കെ രാഷ്ട്രങ്ങളാണ് സഖ്യങ്ങളായിട്ടുണ്ടായിരുന്നത്? ബ്രിട്ടൻ, ഫ്രാൻസ്, അല്ലെ, അതുപോലെ റഷ്യ, അല്ലെ, തുടങ്ങിയ രാജ്യങ്ങൾ ഒരു ഭാഗത്തും, അതുപോലെ എന്താണ് മറുഭാഗത്ത് ആരൊക്കെയാണ്? ഇറ്റലി, ജർമ്മനി, അല്ലെ, അതുപോലെ ആരാണ്? ഓസ്ട്രിയ, ഹംഗറി തുടങ്ങിയ രാജ്യങ്ങളും ഉണ്ടായി, അല്ലെ? ഈ സഖ്യങ്ങൾ തമ്മിൽ ഉണ്ടായ യുദ്ധത്തിൽ എന്ത് ചെയ്തു? റഷ്യ പരാജയപ്പെട്ടു. റഷ്യക്ക് എന്ത് ചെയ്തു? കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു, അല്ലെ? യുദ്ധത്തില് വിജയിച്ചത് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെടുന്ന സഖ്യമാണെങ്കിൽ എന്താണ് ഈ പറയപ്പെടുന്ന റഷ്യക്ക് എന്താണ് കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതായത് കേവലം ചെറിയ രാജ്യമായ ജപ്പാനിൽ നിന്ന് പോലും ആക്രമണം തടയാൻ ആർക്കും സാധിച്ചില്ല? റഷ്യയിലെ ഭരണകൂടത്തിന് സാധിച്ചില്ല, അല്ലെ? അപ്പോ എന്ത് ചെയ്യാണ്, അല്ലെ? പെട്ടെന്നുണ്ടായ ആ ഒരു ഷോക്ക്, തങ്ങൾ എന്ത് ചെയ്യാണ്, തോറ്റു എന്നുള്ള ഒരു ഷോക്ക് എന്ത് ചെയ്യാണ് ജനങ്ങൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോ എന്താണ് തങ്ങളുടെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഒരു അല്ലെ സംരക്ഷണം ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല, തങ്ങളുടെ ഭരണത്തിന് സാധിച്ചില്ല എന്നുള്ളൊരു എന്താ പറയാ ഈഗോ, അല്ലെങ്കിൽ എന്താണ് ഒരു ചിന്ത എന്ത് ചെയ്യാണ് റഷ്യക്കാർക്കിടയിൽ ഉണ്ടാവുകയാണ്. ഇതെന്ത് ചെയ്തു? ഇതും വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയപ്പെടുന്ന 8 കാരണങ്ങളാണ് എന്ത് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് പറഞ്ഞത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്തൊക്കെയാണ്? ഒന്ന് സാറിസ്റ്റ് സ്വേച്ഛാധിപത്യ ഭരണം, അല്ലെ? രണ്ടാമത്തെ കർഷകരുടെ ആവലാതികള്, 3 തൊഴിലാളികളുടെ ദുരിതങ്ങള്, അതുപോലെ എന്താണ് സാമൂഹിക അസമത്വങ്ങള്, അല്ലെ, അതുപോലെ റഷ്യൻ ജപ്പാൻ യുദ്ധം, അല്ലെ, നാലാമത്തേതാണ് റഷ്യൻ ജപ്പാൻ യുദ്ധം, അഞ്ചാമത്തെ റഷ്യൻ ജപ്പാൻ യുദ്ധം, 6 എന്താണ് റഷ്യൻ ഇതര ദേശീയതയുടെ പ്രശ്നങ്ങള്, അല്ലെ, പിന്നെന്താണ് 7 ഭൗതികപരമായ കാരണങ്ങള്, 8 പെട്ടെന്നുണ്ടായ കാരണം. ഈ 8 റീസൺ ആണെന്ത് നമ്മള് ചരിത്രത്തിൽ അത്രയും പ്രസിദ്ധമായ പേര് കേട്ട റഷ്യൻ വിപ്ലവം എന്ന് പറയപ്പെടുന്ന വിപ്ലവത്തിന് എന്താണ് നിദാനമായ ഘടകങ്ങൾ എന്ത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നോക്കിയൊക്കെ ഒരു ലാസ്റ്റ് ഒരു പിക്ചറാണ്, അല്ലെ? ഇതിന്റെ ഭാഗത്തിന്റെ പിക്ചറാണ് എന്ത് റഷ്യയിലെ സമര പോരാളികള്, അല്ലെ? എന്തൊക്കെയായാലും കുറച്ച് റഷ്യൻ വാചകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായില്ലേ, അല്ലെ? അപ്പോ സമര പോരാളികൾ എന്ത് ചെയ്യാണ് റഷ്യൻ വിപ്ലവത്തിന് എന്ത് ചെയ്യാണ്, അല്ലെ, എന്ത് ചെയ്യാണ് നേതൃത്വം കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു പിക്ചറാണ് നമുക്ക് എന്ത് ചെയ്യാൻ നേർക്കും, എന്താണ് റഷ്യയിലെ വിപ്ലവം എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് പറയാൻ സാധിക്കും. അപ്പോ അല്ലെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിപ്ലവമാണ് എന്ത് റഷ്യൻ വിപ്ലവം, അല്ലെ? അപ്പൊ ആ റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 905 വിപ്ലവം, അല്ലെ? അതുപോലെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടായിരിക്കും വിപ്ലവം ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെ? 917 വിപ്ലവം പറഞ്ഞു. 917 വിപ്ലവം നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെ? അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറയപ്പെടുന്ന മെൻഷെവിക് പാർട്ടി ലീഡറെ നേതൃത്വം നടന്ന ഫെബ്രുവരി റവല്യൂഷൻ, അതുപോലെ എന്താണ് അല്ലെ വ്ളാഡിമിർ ലെനിൻ എന്ന് പറയപ്പെടുന്ന ബോൾഷെവിക് പാർട്ടി ലീഡറിന്റെ നേതൃത്വത്തിൽ നടന്ന ഒക്ടോബർ റവല്യൂഷൻ, അല്ലെ? ഇതൊക്കെയാണ് എന്ത് റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട 2 ഘടകങ്ങളായിട്ട് പറയുന്നത്. അതുപോലെ നമ്മൾ എന്ത് ചെയ്തു, റഷ്യൻ വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ, അല്ലെങ്കിൽ ആ വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. അപ്പോ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണു. എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയിൽ നിൽക്കുള്ളൂ. കാരണം ചരിത്രമാണ്, ചരിത്രത്തിന്റെ അല്ലെ എല്ലാ മേഖലയും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പരിശോധിക്കണം. അപ്പോ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മൾ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു, കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. മറ്റു കാര്യങ്ങളും ചെയ്യാം. അപ്പോ വീണ്ടും ഒരു ക്ലാസ്സിൽ നമുക്ക് കാണാം, മറ്റു ടോപ്പിക്കുകൾ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.